ആരാണ് ദുആ ചെയ്യുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബിഹഖ്ഖി നബിയിക വൽ അംബിയാഇൽ ലദീന മിൻ ഖബ്ലി, നബിയുടെ ഹക്ക് കൊണ്ട്, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട് നീ സഹായിക്കണേ അല്ലാഹ്. വൽ അംബിയാഇൽ ലദീന മിൻ ഖബ്ലി, എന്റെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ബർക്കത്ത് കൊണ്ടും ഹക്ക് കൊണ്ടും. ഫഇന്നക അർഹമുർ റാഹിമീൻ, നീ കാരുണ്യവാനാണല്ലോ റബ്ബേ. അപ്പം മൂത്തുമ്മാന്റെ ജനാസ ഖബറിലേക്ക് വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ബിഹഖ്ഖി നബിയിക, നബി തങ്ങളുടെ ഹക്ക് കൊണ്ടെന്നും അമ്പിയാക്കന്മാരുടെ ഹക്ക് കൊണ്ടെന്നും ദുആ ചെയ്തില്ലേ? ഇമാമീങ്ങൾ അവിടെ ഉദ്ധരിച്ചില്ലേ? ഞാൻ ഈ വായിച്ചത് ആരുടെ ഗ്രന്ഥമാണ്? മുജാഹിദുകൾ തന്നെ സ്വീകരിക്കുന്ന ശൈഖുൽ ഇസ്ലാം എന്നവര് പറയുന്ന മുഹമ്മദ് അലി ഷൗക്കാനിയുടെ ദർറുസ് സഹാബ ഫീ മനാഖിബിൽ ഖറാബത്തി വസ്സഹാബ എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ 539ാമത്തെ പേജാണ് ഞാൻ വായിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. മുഅ്മിനീങ്ങളെ, ഇത്തരം മാതൃകാപരമായ രീതികൾ ഇമാമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് പകർന്നതല്ലാതെ തൗഹീദിലൊരു മാറ്റവും സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ ചെയ്തിട്ടില്ല. അപ്പോൾ മുജാഹിദുകൾ തൗഹീദ് കൊണ്ട് കളിക്കുകയാണ്. മനുഷ്യ കഴിവിനെ പുറമുള്ളത് ചോദിച്ചുകൂടാ ഒരു മൗലവി. അങ്ങനെ മനുഷ്യ കഴിവിനപ്പുറം ചോദിച്ചുകൂടെങ്കിൽ നായയെ പിടിച്ചാൽ ഞങ്ങൾ തൗഹീദ് എന്ന് തെറിച്ചു പോകൂലേ? ആനയെ വിളിച്ചാൽ തൗഹീദ് എന്ന് പുറത്തു പോകൂലേ? ഒരു മൗലവിയുടെ സംശയം. അതേ മൗലവി തന്നെ ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ചൊന്ന് പറയട്ടെ. സക്കരിയ സലാഹിയുടെ പഴയ ഒരു പ്രസംഗം. അതേസമയം മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങള് ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും. കണ്ടോ? അപ്പോൾ പണ്ട് സക്കരിയ മൗലവിയുടെയും വാദം ഇതാണ്. മനുഷ്യ കഴിവിനോടപ്പുറം, മനുഷ്യ കഴിവിന് പുറമേ ഉള്ളത് അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് അവരോടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ശിർക്കാണ്. സക്കരിയ മൗലവി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കണ്ടില്ലേ, പുതിയ ഗവേഷണങ്ങൾ വരുന്നു. അമേരിക്കയിലുള്ള മുഹീദ്ദീനെ ഫോണില്ലാതെ വിളിച്ചുകൂടാ. പുതിയ തൗഹീദിന്റെ അവതാരകർ വരട്ടെ. ഇടപെട്ടിട്ട് പറഞ്ഞു പറ്റില്ല, ഈ വാദം ശരിയല്ല, ഇത് ഇസ്ലാമികമല്ല, ഇത് സലഫികൾ അംഗീകരിക്കുന്നതല്ല, ഇത് സലഫിയത്തല്ല, നേരെ മറിച്ച് കുഫ്രിയത്താണ്. ഈ സലഫിയത്ത് ഒരിക്കലും ഈ നമ്മൾ അംഗീകരിക്കുന്ന ഈ ആദർശം, ആ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ ലിഅന്ന ഹാദാ മിനശ്ശിർകി ബില്ലാഹി അസ്സ വജൽ. ഒരിക്കലും സ്ഥലത്തില്ലാത്തൊരാളോട് സഹായം തേടൽ അനുവദനീയമല്ല. ഒരാൾ അമേരിക്കയിലാണുള്ളത്, ഞാൻ ഇവിടെ നിന്നിട്ട് അയാളെ വിളിക്കുകയാണ്, ഫോണില്ല, ഫാക്സ് ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അയാളുടെ പേര് മുഹീദ്ദീൻ എന്നാണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഞാൻ വിളിക്കുകയാണ്, മൊയ്തീനെ അല്ലെങ്കിൽ മുഹീദ്ദീനെ, എന്നെ സഹായിക്കണം അവിസ്നി എന്ന് പറഞ്ഞാൽ ആ ഇസ്തിഗാസ അനുവദനീയമല്ല. ഫോണില്ല, ഫാക്സ് ഇല്ല, ഭൗതികമായ മറ്റൊരു സംവിധാനവുമില്ല. ഇവിടെ നിന്നിട്ട് അമേരിക്കയിലുള്ളൊരു മൊയ്തീൻ, മുഹീദ്ദീൻ എന്ന് പറയുന്ന ആളെ ഞാൻ വിളിച്ചു പറയുകയാണ്, യാ മുഹീദ്ദീൻ അയാൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, പക്ഷേ സ്ഥലത്തില്ല എന്ന കാരണത്താൽ ആ വിളി അനുവദനീയമല്ല. അപ്പോൾ മുജാഹിദുകളുടെ തൗഹീദ് കണ്ടില്ലേ? ഇവിടെയുള്ള ഒരാൾ അമേരിക്കയിലുള്ള മകനെ വിളിക്കുന്ന, മോനെ സഹായിക്കണേ, അയാളുടെ ഈമാൻ തെറിച്ചുപോയി. ഇവിടെ നമ്മളെ വിശ്വാസം എന്താ? അയാൾ കേട്ടു, സഹായിച്ചു, സഹായിച്ചില്ല, അതൊക്കെ വേറെ വിഷയം. അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകും. അയാൾ കേട്ടുകൊള്ളണമെന്നില്ല, അയാൾ സഹായിച്ചുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരാളെ വിളിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല. എന്തേ ഇവർക്കുള്ള പ്രശ്നം പറ്റിപ്പോയത്? തൗഹീദ് എന്താണെന്ന് അവർക്കറിയില്ല ഇനിയും, ശിർക്ക് എന്താണെന്ന് അവർക്കറിയില്ല ഇനിയും, കുഫർ എന്താണെന്ന് അവർക്കറിയില്ല. ഞാൻ ഈ ട്യൂബ്ലൈറ്റിനോട് സഹായം ചോദിക്കുന്നു, ഞാനങ്ങ് ചോദിച്ചാൽ ട്യൂബേ സഹായിക്കണേ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സഹായമൊന്നും വരാൻ പോകുന്നില്ല.
ഇതുകൊണ്ട് ശിർക്കൊന്നും വരില്ല. കൂടിപ്പോയാൽ ഒരാൾക്കിത് ശരിയായ ഒരു സമീപനമല്ല, കാര്യമില്ലാത്തൊരു വേലയാണ് ചെയ്തത് എന്ന് പറയുകയല്ലാതെ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പ്രവണതയാണെന്ന് പറയാൻ ഒരു തെളിവുമില്ല. മുജാഹിദുകൾക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഒരുപാട് നിബന്ധനകൾ കൊണ്ടുവന്നു പോയി. ഒരാൾ അമേരിക്കയിലുള്ള ആളെ ഫോണോ ഫാക്സോ ഇല്ലാതെ വിളിച്ചാൽ മോനെ സയൻസിനെയും വളരുമ്പോ ഫോണ് വേണ്ടി വരില്ല. പ്രത്യേക സംവിധാനങ്ങളോടെ സൗണ്ട് ഇവിടുന്ന് നേരെ അവിടെ എത്തുന്നൊരു സംവിധാനമുണ്ടായാൽ അപ്പ മുജാഹിദിന്റെ ഈമാൻ തൗഹീദ് 2020 ചിലപ്പോ പുതിയ തൗഹീദ് വരില്ലേ? ഇപ്പൊ ഉപകരണത്തിന്റെ സഹായത്തോടെയാണ്. ഇപ്പൊ ഇനി സയൻസ് തീരുമാനിച്ചിരിക്കുന്നത് എന്താ? ഈ മൊബൈൽ ഫോണും കൊണ്ട് നടക്കുന്ന കുറച്ച് മെനക്കേടാ. അതുകൊണ്ട് ഈ മൊബൈലിലെ ചിപ്പുകൾ മനുഷ്യന്റെ ബോഡിക്കുള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൈയും വീശി നടന്നാൽ മതി. ഫോൺ വരുമ്പോ കൈ തരിക്കും. അപ്പൊ ഒന്ന് കൈ ചെവി വെച്ചാൽ അയാൾക്ക് സംസാരിക്കാൻ കഴിയും. ആ രീതിയിലേക്ക് സയൻസ് വളരും, പിന്നെയും വളരും. അപ്പോഴേക്ക് മുജാഹിദിന്റെ തൗഹീദ് തളരും, പിന്നെ പിളരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയല്ലേ അവർ പോകുന്നത്? നമുക്കിതൊന്നും ബാധകമല്ല. നമ്മുടെ തൗഹീദ് അവിടുന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു തന്ന ഇമാമിയങ്ങളുണ്ട്, മഹാന്മാരായ സ്വഹാബത്ത് പകർന്നു തന്നിട്ടുണ്ട്. ഇവർക്കാണെങ്കിലോ തൗഹീദിൽ നിന്ന് മാറി മാറിപ്പോയി. ജിന്ന് വന്നപ്പോഴേക്ക് പുതിയ തൗഹീദ് വന്നു. ഇവരുടെ സ്ഥിരമായുണ്ടായിരുന്ന പ്രമേയം എന്താണ്? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. പക്ഷേ ജിന്ന് വന്ന് തൗഹീദ് മാറിയപ്പോൾ അനസ് മൗലവി പറയാണ്, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന വിഷയം ചർച്ച ചെയ്യാൻ നേതാക്കൾ അനുവദിച്ചില്ല. ഞാൻ ആരോപിച്ചതല്ല, അനസ് പറയട്ടെ. അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷമം. അതിനുശേഷം ഇവിടെ എടത്തനാട്ടുകരയിൽ മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് സംഘടിപ്പിച്ചപ്പോ അവിടെ ഒരു വിഷയം, അവിടെ കൊടുത്ത വിഷയം എന്തൊക്കെയാ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം ഒന്നതായിരുന്നു. 2 സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഖുത്ബയുടെ ഭാഷ. ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും ഇന്നൂറിസത്തിന്റെ നായകനും മാത്രല്ല എന്താ പറയുന്നത്? അതേ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന വിഷയം വേണ്ട. അവിടെ ഞങ്ങൾ ഇടപെട്ടത്, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയത്. എന്താ നിങ്ങൾ പറഞ്ഞത്? തൗഹീദ് മാറ്റണം മുഖാമുഖത്തിൽ നിന്ന്. എന്തേ കൂടിയിരിക്കുന്നു പേടിച്ചിട്ടാ? മൂപ്പര് പറയാ, അത് നന്ദിനെ പോലെ കൂടിയിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ വിഷയം അങ്ങ് മാറ്റിയേക്ക്. ഏത് വിഷയം? തൗഹീദിന്റെ വിഷയം. പകരം എന്ത് ചർച്ചയാണെന്ന് നിങ്ങൾ പറഞ്ഞത്? നബിദിനവും മരണാനന്തര ചടങ്ങും മുഖാമുഖത്തിന്റെ വിഷയമാണ്. എന്താണ്? നബിദിനവും മരണാനന്തര ചടങ്ങും, 3-ാം വാക്യ മുഖാമുഖം. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത്. വേണ്ട. എന്തേ കാരണം? ജിന്ന് വരും. നിങ്ങൾക്കറിയാം, ജിന്ന് വരുമെന്ന് നിങ്ങൾ പേടിച്ചു. അപ്പോൾ മുജാഹിദുകളുടെ അസ്ഥിവാരങ്ങളിൽ മുഴുവനും ജിന്നുബാധയേറ്റ് തളർന്നു കിടക്കുകയാണ്. അവരുടെ തൗഹീദ് തന്നെ ജിന്ന് പിളർത്തിക്കളഞ്ഞു. സാധാരണക്കാരായ എന്റെ ജനങ്ങളെ, 100 കണക്കിന് ഇതുപോലെയുള്ള പ്രസംഗ ശകലങ്ങളുണ്ട്. ഇവിടെ ഇടാൻ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹുവിനുള്ള വിശ്വാസം എങ്ങനെയാകണം, എങ്ങനെയാകണ്ട എന്നതിന്റെ പേരിലാണ് മൗലവിമാര് തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ അവര് പിളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിളർന്നു പോകുന്ന ഇത്തരം തർക്കങ്ങളിലേക്ക് പോകാതെ നമ്മുടെ കയ്യിലുള്ളതോ മഹാന്മാര് പഠിപ്പിച്ചു നിന്നതാണ്. കണ്ടില്ലേ, നതായിജുൽ അഫ്കാർ ഫീ തഖ്രീജ് അഹാദീസിൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി ഇല അസ്-സ്വലാഹ് ഫഖാല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി സായിലീന അലൈക വബിഹഖ്ഖി മംശായ ഹാദാ. ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബിഹഖ്ഖി സായിലീന അലൈക നിന്നോട് ചോദിക്കുന്നവരുടെ ഹക്ക് കൊണ്ട്, അഥവാ സ്വാലിഹീങ്ങളുടെ ഹക്ക് കൊണ്ട്, വബിഹഖ്ഖി മംശായ ഹാദാ എന്റെ ഈ നടത്തത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് അല്ലാഹുവിനെ മനസ്സിരുത്തിയിട്ട് ഒരാൾ
മഹാന്മാരുടെ ഹക്കും അയാളുടെ നടത്തത്തിന്റെ ഹക്കും മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ, എന്നിട്ട് ദുആ ചെയ്യേണ്ടത് എന്താണ്? അസ്അലുക അൻ തുൻഖിദനീ മിനന്നാർ വഅൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നൊരാൾ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വീകരിക്കുന്നതാണ്, അവനെ അനുഗ്രഹം ചെയ്യുന്നതാണ്. ആരാണ് ഉദ്ധരിക്കുന്നത്? ഫത്ഹുൽ ബാരിയുടെ രചയിതാവായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി. ആ ഇബ്നു ഹജർ തങ്ങളുടെ ഫത്ഹുൽ ബാരിയെ കുറിച്ച് മഹാന്മാര് ബദ്റുദ്ദീൻ ഇബ്നു ജമാഅ എഴുതിയില്ലേ? മുസ്ലിം സമുദായത്തിന്റെ മേൽ വലിയൊരു ബാധ്യതയുണ്ടായിരുന്നു ബുഖാരിക്ക് ഒരു ശറഹ് എഴുതൽ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ എഴുതിയതോടുകൂടി ആ ബാധ്യത ഈ സമുദായത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ആ ബാധ്യത നിർവഹിക്കാൻ ഇനി ആരും ആവശ്യമില്ല. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി. ഫത്ഹുൽ ബാരിക്ക് ശേഷം ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം വേണ്ടാത്ത വിധം അത് സമ്പൂർണ്ണമാണ്. അങ്ങനെ ബദ്റുദ്ദീൻ ഇബ്നു ജമാഅ എഴുതിയ ഇമാം അവർകൾ ആരാണ്? ബുഖാരിയിലെ 2 ബാബുകൾ, ബുഖാരിയിലെ ഓരോ ഹെഡിങ്ങുകളുടെയും താല്പര്യം എന്താണ്? ബുഖാരി ഇമാം തങ്ങളുടെ മദ്ഹബ് ഏതാണ്? അവിടുത്തെ ഹെഡിങ്ങുകളാണ്. അപ്പോൾ ഓരോ ഹെഡിങ്ങിന്റെയും വിശദീകരണം എഴുതിയ മഹാനാണ് ബദ്റുദ്ദീൻ ഇബ്നു ജമാഅ. ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. ഇപ്പോഴത് വായിക്കാനുള്ള സമയവും അത്യാവശ്യവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എഴുതിയില്ലേ? മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, പള്ളിയിലേക്കുള്ള ഈ നടത്തത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിനോട് തേടിയാൽ റബ്ബ് സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ നല്ല ഒരു സുന്ദരമായ ഒരു ഇസ്ലാം, മഹാന്മാരെ പരിഗണിക്കുന്ന ഇസ്ലാം, സ്വാലിഹീങ്ങളെ ഉൾക്കൊള്ളുന്ന ഇസ്ലാം, ഈ ഇസ്ലാമിനെയല്ലേ ഇവര് തല്ലിപ്പിരിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് തൗഹീദ് തന്നെ മുറിച്ചു കളഞ്ഞു, തൗഹീദ് തന്നെ ഭാഗം വെച്ചു കളഞ്ഞു. ഇനി വരട്ടെ, മൗലവിമാര് ജിന്നിന്റെ പേരിൽ തർക്കിക്കുന്ന കാണാം. ഒരു മൗലവി പറയുന്നു, എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി പറയുന്നു, ജിന്നെന്ന വർഗം തന്നെ ഇല്ല, മറിച്ചോ ജിന്ന് ആരാണ്? ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാനിൽ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച് നികൊണ്ടാണ് കാമൂസ്. ആ ലിസാനിൽ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിൽക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കുക. അതിന് അറബി ഭാഷ ജിന്നിന് തന്നെ പ്രയോഗിക്കുക, വേറെ പദമല്ല. അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോബ് നമ്മൾ മൊത്തത്തിൽ പറയും. അതിന് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നെയാ പ്രയോഗിക്കുക? ഹദീസിലൊക്കെ എന്തെന്നെയാ പ്രയോഗിച്ചത്? ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്രയും മനസ്സിലായി. അപ്പൊ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആല മനുഷ്യനെയും ബാക്ടീരിയയും പടച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ആകുമല്ലോ ഇവരുടെ ഖുർആൻ പരിഭാഷ. കാരണം അബ്ദുസ്സലാം സുല്ലമിയുടെ ഭാഷയിൽ ജിന്ന് എന്ന് പറഞ്ഞാൽ മൈക്രോബുകളാണ്, ബാക്ടീരിയയാണ്. ഈ രീതിയിലേക്ക് ഇഷ്ടമുള്ളതുപോലെ ഖുർആൻ വ്യാഖ്യാനം നടത്തിയിട്ട് അള്ളാഹുവിന്റെ ദീന് തകർത്ത് കളയുന്നത് കണ്ടില്ലേ? എന്നാൽ സക്കരിയ സലാഹി 2ാം ഗ്രൂപ്പ് എടവണ്ണ സുല്ലമിക്ക് മറുപടി പറയട്ടെ. അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഗുരു ശിഷ്യ ബന്ധമാണ്. സുല്ലമിയുടെ ശിഷ്യനാണ് സക്കരിയ സലാഹി. അയാളിൽ നിന്നാണ് ഹദീസ് പഠിച്ചത്. അവരുടെ കൂട്ടത്തിലെ മുഹദ്ദിസ് എന്ന് പറയുന്ന ആളാണ് സുല്ലമി. സലാഹി അതിന് മറുപടി പറയട്ടെ. പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഇയാൾ പറയണേ വൈറസ്, ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കുണ്ട് പറഞ്ഞാൽ ശിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാലോ ജിന്ന് സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. അപ്പോ ജിന്നിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ സുല്ലമിക്ക് തൗഹീദ് പൊളിയും, ബാക്ടീരിയക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ സുല്ലമിയുടെ തൗഹീദ് പൊളിയൂല. ഈ കളി എന്തുകൊണ്ടാണ്? അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കണം എന്നതുകൊണ്ടാണ് ഈ കളി.
അവിടെയാണ് നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. തൗഹീദ് എങ്ങനെയായിരിക്കണം എന്നിടത്താണ് ഇവരുടെ കളി. ഒരു മൗലവി പറയുന്നു ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജിന്നിന്റെ സ്വാധീനം കൊണ്ട് രോഗമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ശിർക്കായി പോവും. അതേ സമയത്ത് ബാക്ടീരിയയുടെ പങ്കുണ്ടെന്ന് പറഞ്ഞാലോ, മൈക്രോബുകളുടെ പങ്കുണ്ടെന്ന് പറഞ്ഞാലോ ശിർക്കാവൂല. അവര് തന്നെ ആവട്ടെ. പൊട്ട പോയത്തക്കാരെ വലിയ തെളിവെച്ച് നടക്കുക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ശിർക്കാവോ? ആവോ? ഈ ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ശിർക്കാവോ? ഇല്ല. ചിക്കൻ കുനിയൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ രോഗമൊക്കെ അന്നല്ലേ ഉണ്ടാക്കണ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണേ, കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. സുന്നികൾക്ക് മറുപടി പറയുന്ന സമയത്ത് ബോധം ഉണ്ടായില്ല. നമ്മൾ എന്തേ പറഞ്ഞുള്ളൂ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കറാമത്തിലൂടെ അള്ളാഹു നൽകിയ ബഹുമാനത്താൽ സഹായിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസക്കാരെ മുഹീദ്ദീൻ ശൈഖിനെ അള്ളാഹുവിനോട് പങ്കുചേർത്തവരായി ആരോപിച്ച് ഇല്ലാത്ത വിശ്വാസം കെട്ടിയുണ്ടാക്കി അടക്കി വെടിവെച്ചവരാണിവർ. ഇപ്പോൾ തമ്മിൽ തല്ലിയപ്പോൾ ചിലതൊക്കെ മനസ്സിലാകുന്നത് പോലെയുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുകൊണ്ട് കളിച്ചവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങിയതേ നമുക്ക് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളൂ. എത്ര വിഭാഗങ്ങളാണ് ലോകത്ത് കഴിഞ്ഞുപോയത്. റാഫിദികൾ കഴിഞ്ഞുപോയി, ഖവാരിജുകൾ കഴിഞ്ഞുപോയി, മുഅ്തസിലത്ത് കഴിഞ്ഞുപോയി, ചഖടാലവിയ്യത്ത് കഴിഞ്ഞുപോയി. അങ്ങനെ 77ഓളം ഗ്രൂപ്പുകൾ, ഉപവിഭാഗങ്ങളടക്കം ബഹുമാനപ്പെട്ട അൽ മുഅ്തഖദുൽ മുൻതഖദ് വൽ മുസ്തനദുൽ മുഅ്തമദിൽ എഴുതിയത് കാണാം. അതുപോലെ തന്നെ മഹാന്മാരായ ഇമാമുകളെല്ലാം ഇതുപോലെ താൽക്കാലിക ജീവികളായി പോയ സംഘങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മുജാഹിദ് തന്നെ 8 ഉപവിഭാഗങ്ങളായി തൗഹീദ് കൊണ്ട് കളിക്കുന്നു. ഉപചാരപരമായൊരു വിഷയമല്ല, ആചാരപരമായൊരു വിഷയമല്ല, അടിസ്ഥാനപരമായ തൗഹീദിൽ അവർക്ക് ഉറപ്പില്ല. ഇനിയോ ചിക്കൻ കുനിയ വന്നപ്പോൾ കൊതുക് രോഗം പരത്തി എന്ന് പറഞ്ഞാൽ അവരുടെ തൗഹീദ് തെളിയൂല. ജിന്ന് സഹായിക്കുമെന്നവർ പറഞ്ഞാലോ പുതിയ തൗഹീദ് അനുസരിച്ച് ശരിയാണ്, പഴയ തൗഹീദ് അനുസരിച്ച് ശരിയല്ല. സുല്ലമി ഒരു പക്ഷത്താണ്, സലാഹി വേറെ പക്ഷത്താണ്, ഉമർ സുല്ലമി വേറെ പക്ഷത്താണ്. ഏതായാലും ജിന്നിന്റെ സഹായം വരട്ടെ. കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അപ്പോൾ ജിന്ന് സഹായിക്കും. ജിന്നുകളോട് സഹായം തേടിയാൽ ഇസ്ലാം എന്ന് പുറത്താവൂല, അല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ സക്കരിയ സലാഹിയെ അതേ വിഷയത്തിൽ തന്നെ മുജാഹിദുകൾ പുറത്താക്കുന്നു. വിഷയം അയാൾ ഉദ്ധരിച്ച് സംസാരിക്കുന്നു. പിന്നീട് അയാളെ പുറത്താക്കിയ നേരം എന്തുകൊണ്ടാണ് തെളിവർ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചത്? ആദ്യം അയാളെ പുറത്താക്കിയതിനെ കുറിച്ച് പറയട്ടെ. അതൊന്ന് വായിക്കാനുള്ള മനസ്സ് പോലും നമ്മുടെ നേതൃത്വം കാണിച്ചില്ല. ഇയാൾ എഴുതിക്കൊണ്ടുവന്ന കുറ്റപത്രം ബലാത്കാരമായി അടിച്ചേൽപ്പിച്ച് എന്നെ നിഷ്കരണം പുറത്താക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പുറത്താക്കിയാൽ എനിക്ക് പ്രശ്നമല്ല, ഞാനത് അംഗീകരിക്കും. എന്നെ സംബന്ധിച്ച സംഘടനയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശിർക്ക് ആരോപിച്ചു. എന്നെ മാത്രമല്ല, ഈ സംഘടനയിൽ ഒരുപാട് പ്രബോധകർ ശിർക്കിലാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇവരെന്നെ പുറത്താക്കിയത്. എന്നിട്ടിപ്പോ ജിന്ന് ഭൗതികോ അഭൗതികതൊക്കെ അപ്പോൾ ഈ മൗലവിമാരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് സംഘടനയിൽ നിന്ന് പുറത്താക്കി. മുജാഹിദ് ബാലുശ്ശേരിയെ പുറത്താക്കി. കാരണം എന്താണെന്നറിയുമോ? ഇവര് ജനാധിപത്യപരമായി വിഷയം തീരുമാനിക്കുന്നവരാണ്. അവരുടെ ശൂറയിൽ 38 ആളുകൾ എതിർത്ത ഒരു സംഭവമുണ്ട്. അതിനെ അവരതാ
38 ആളുകൾ ഒരു ബുക്കിനെ എതിർത്തു. ബുക്കിനെ എതിർത്തപ്പോൾ അവിടെ കമ്മിറ്റി തീരുമാനിച്ചത് എന്താണ്? പോപ്പുമാര് കൂടിയിട്ട് ഓരോ കൊല്ലവും അവരുടെ വത്തിക്കാനിൽ നിന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പോലെ മുജാഹിദ് സെന്ററിൽ അവർ കൂടിയിട്ട് തീരുമാനിക്കും. എന്നിട്ട് ജനഭൂരിപക്ഷം നോക്കും. അവിടെ കയ്യൂക്കുള്ളവൻ അവന്റെ മതം നടപ്പിലാക്കും. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്നത്. അവര് തന്നെ വിശദീകരിച്ചു പറയട്ടെ. ജിന്നുകള് KJU എന്ന് പറഞ്ഞാൽ കേരള ജമിയത്തുലമ ഇറക്കിയ പുസ്തകത്തെ കുറിച്ച് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിനെ പറ്റി ഇപ്പൊ എന്താ പറഞ്ഞറിയോ? 38 പോത്തുകൾ. ഇന്നലെയും പറഞ്ഞത്രേ വയനാട്ടിൽ നിന്ന് ഹംസ ബാഖവി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരള ജമിയത്തുലമന്റെയും KNMന്റെയും വിശദീകരണ യോഗം നടക്കുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മുടെ പ്രബോധകന്മാരായ 38 ആളുകൾ, അബ്ദുല്ലക്ക സുല്ലമി, ആമയൂർ, സുഹൈർ ചുങ്കത്ര, അബൂബക്കർ സലഫി, മുബാറക് ബിൻ ഉമർ, അബ്ദുള്ള സുല്ലമി, അബ്ദുൽ ലത്തീഫ് സുല്ലമി, ആറഞ്ചേരി, അബ്ദുൾ റഊഫ് നദ്വി, അബ്ദുൽ അമീർ സുല്ലമി, ഷമീർ മദീനി, അബ്ദുറഹ്മാൻ അൻസാരി എന്ന് തുടങ്ങി ഷാഫി സലായി, സാജി തിരൂരങ്ങാടി, നമ്മുടെ ഈ പ്രബോധന രംഗത്തുള്ള ഒരുപാട് ആളുകൾ അവരെല്ലാവരും ഒപ്പിട്ട് കൊടുത്തിന് 38 പോത്തുകൾ. ഇവിടെ അങ്ങാടിയിലെങ്കിലും ഒരാളെ പോത്തേന്ന് വിളിക്കോ? അപ്പൊ കേരള ജമിയത്തുൽമയിൽ നടക്കുന്ന, അഥവാ മുജാഹിദിന്റെ കേരള ജമിയത്തുൽമയിൽ നടക്കുന്ന ചർച്ചയാ പറയണേ. ജമിയത്തുൽമ ഇറക്കിയ ഒരു ബുക്ക് 38 പേർ അതിനെതിരെ ഒപ്പിട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു 38 പോത്തുകൾ എന്നവരെ വിശേഷിപ്പിച്ചു. ആരാണ്? അവരുടെ ജമിയത്തുൽ ഉലമ. ജമിയത്തുൽ ഉലമ, മുജാഹിദിന്റെ ജമിയത്തുൽ ഉലമ ഇദ്ദേഹമടക്കമുള്ള ആളുകളെ വിശേഷിപ്പിച്ച വാചകം 38 പോത്തുകൾ എന്ന്. നിങ്ങൾ ആലോചിച്ചു. മറ്റെത്ര പോത്തേന്ന് വെച്ചാൽ ദേഷ്യം പിടിക്കൂലേ? എന്നാൽ പണ്ഡിതന്മാരായ 38 പേര് ഒപ്പിട്ട് കൊടുത്തിട്ട് ദായിമാരായ ആളുകളും പണ്ഡിതന്മാരായ കൂടി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇയാൾ വരെ 38 പോത്തുകൾ. ഒരു ബാക്കവിയാക്കി പറയണത്. അതിലൊരു മകൻ എന്റെ ഷാഫി സലായിയാണ്, അവനാണ് ഒരു പോത്ത്. അപ്പൊ ആ ജമിയത്തുൽ ഉലമ പറഞ്ഞു ആ ഒപ്പിട്ടതിൽ ഒരാൾ എന്റെ മകനായ പോത്താണ്. നമ്മളൊന്നും പറയണ്ട, അവരെന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ തൃശ്ശൂരിന് സദസ്യർക്കല്ല അപ്പൊ നിങ്ങളോന്ന് ചോദിച്ചു. അപ്പൊ അത് നമ്മൾ ചോദിക്കണ്ട. എന്റെ മകനായ ഒരു പോത്താണ് അതിൽ ഒപ്പിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു സദസ്സിന് ചോദിച്ചു പോലു, പോത്തിന്റെ വാപ്പയായ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സദസ്സിൽ വെച്ചൊരു പണ്ഡിതൻ പറയാണ് ഇവർ ഇത്രമാത്രം തരം താഴ്ന്നു പോയല്ലോ എന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആരാണ് തരം താഴ്ന്നു പോയത്? കേരള ജമിയത്തുൽ ഉലമ തരം താഴ്ന്നു പോയി. പറഞ്ഞത് ഞങ്ങളല്ല, കേരള ജമിയത്തുൽ ഉലമ എന്ന മുജാഹിദിന്റെ സുപ്രീം കൗൺസിലല്ലേ. അവര് തരം താഴ്ന്നു പോയി എന്ന് അനുയായികൾ പറയുന്നു. അനുയായികൾ പോത്തായി പോയി എന്ന് ജമിയത്തുൽ ഉലമ പറയുന്നു. ഇനി ബാക്കിയൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള പാരമ്പര്യ ഇസ്ലാമിന് ഒരു പൊടി പോലും പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ പവിത്രമായ ദീനാണിത്. ഇതിനെ ആര് കളിക്കാൻ വന്നാലും പാഠം പഠിച്ചിട്ടല്ലാതെ പോയിട്ടില്ല. എന്റെ സാധാരണക്കാരായ ജനങ്ങളോട് പറയട്ടെ, കുറച്ചു കാലമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ഈ മുജാഹിദ് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്. അവരുടെ അത് വിഷമാണ്, അത് ദുരന്തമാണ്, നമ്മുടെ ഈമാൻ കവർന്നു തിന്നുന്ന ജീവികളാണ് എന്ന് പല വേദികളിലും നമ്മൾ പറഞ്ഞിട്ടും ചില ആളുകൾ വിചാരിച്ചു ഇവരെന്തോ വിദ്വേഷം കൊണ്ട് പറയുകയാണെന്ന്. എന്നാൽ അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ട് ആരാധന എന്ന വിഷയത്തെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് ഇവര് പറഞ്ഞു എവിടെ എത്തിയെന്ന് ചിന്തിച്ചോ സഹോദരന്മാരെ? അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന സംഘങ്ങളും സംഘടനകളുമെല്ലാം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവാരി വിളിക്കുകയാണ്, അള്ളാഹുവിന്റെ ദീന് കൊണ്ട് കളിക്കുകയാണ്. ഇനി കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. മുജാഹിദ് ബാലുശ്ശേരി പറയാണ് എന്നെയും മുശ്രിക്കാക്കി. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു എന്നെയും മുശ്രിക്കാക്കി. ഞാൻ ഇനി അടങ്ങിയിരിക്കൂല. 2.5 മാസക്കാലം എനിക്ക് നേരെ വന്ന പല ആരോപണങ്ങളും ഞാൻ ക്ഷമിച്ചു, വിശദീകരിച്ചില്ല. അതൊക്കെ വ്യക്തിപരമാണ്. എന്നാൽ ഞാൻ നരകാവകാശിയാകുന്നു, മുശ്രിക്കാകുന്നു എന്നൊരു പത്രത്തിൽ അത് ഞാൻ വിടില്ല. അത് ഞാൻ വിടില്ല. ആരാ മുശ്രിക്കാക്കിയത്? ആരാണ് മുശ്രിക്കാക്കിയത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെ. ഇയാൾ ആരാ? മഹാന്മാരായ പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും പേരെടുത്തും അല്ലാതെയും മുശ്രിക്കാക്കിയ ആൾ. ഇയാൾ പറയുന്നു 2.5 മാസം എന്റെ പേരിൽ ആരോപണം ഉണ്ടായിരുന്നു, ഞാൻ മിണ്ടിയില്ല. ഇപ്പൊ എന്നെ മുശ്രിക്കാക്കി, ഞാൻ വെറുതെ വിടൂല. എന്നാൽ ഇയാൾ മുശ്രിക്കാക്കിയെ കുറിച്ച് ഇൻഷാ അല്ലാഹ് തുറന്നു പറയും. അത് ഞാനിവിടെ പരാമർശിക്കുകയാണ്.
ആ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബൗദൈവാരാധന ശിർക്ക് അല്ലെന്ന വാദമാണ് സക്കരിയ സ്വലായിക്കെതിരെ നടപടി വരാനുള്ള കാരണം. ചങ്ങായിമാരെ, ഒരു കാര്യങ്ങൾ ആലോചിക്കുക. സക്കരിയ സ്വലാഹി ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ജീവിച്ചിരിക്കെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദം ഉണ്ടോ എന്ന് വാഹനത്തിലേറി, ട്രെയിനിലേറി, യാത്ര വന്ന്, ബസ്സിലേറി, ടൂ വീലറിൽ വന്ന് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിച്ചുകൂടെ? ചോദിച്ചുകൂടെ? ക്ലിയർ ചെയ്തുകൂടെ? അയാളെ മുശ്രിക്കാക്കിയപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തുകൂടെ? നമ്മൾ ആരാണ്? അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തവർ നമ്മളെയാള് മുശ്രിക്കാക്കി യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ. അല്ലയോ മുജാഹിദ് ബാലുശ്ശേരി, ഇവിടെയുള്ള മുസ്ലിങ്ങളോട് നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നോ മുഹീദ്ദീൻ ശൈഖ് ആരാണ്? നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ പങ്കാളിയാക്കലാണോ നിങ്ങളുടെ വിശ്വാസം എന്നൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? ഖലീൽ തങ്ങൾ അവർകളെ അവിടുത്തെ മജ്‌ലിസിനെയും ആക്ഷേപിച്ച സമയത്ത് ഒന്ന് പോയി ചോദിച്ചുകൂടായിരുന്നോ? ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവർകളെ ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? ആലിമീങ്ങളെ മുഴുവനും പേരെടുത്ത് മുശ്രിക്കാക്കി അവരെ മുഴുവനും അവഹേളിച്ച മൗലവി മാത്രമല്ല, മിനായിൽ ദുരന്തം നടന്നതിനെ കുറിച്ച് അയാൾ പറഞ്ഞതെന്താണ്? അവിടെ വരുന്ന മുശ്രിക്കീങ്ങളാണെന്ന്. 45 ലക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ അവിടെ ഹജ്ജിന് വരുമ്പോ 40 ലക്ഷത്തെയും മുശ്രിക്കാക്കിയില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല. പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി. കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നടക്കുന്നത് ഇസ്ലാമികമായ ഹജ്ജല്ല, നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. ആ മുശ്രിക്കുകളാണ്. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തി ചെല്ലുന്ന ജനങ്ങളെ, 40 ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങളെ ഒറ്റയടിക്ക് മുശ്രിക്കാക്കിയാൽ അപ്പോൾ ശിർക്കിന്റെ ഗൗരവം ചിന്തിച്ചില്ല. ഇപ്പൊ അയാളെ മുശ്രിക്കാക്കിയപ്പോൾ അയാള് ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കിയതുപോലെ പറയുകയാണ്, അവരുടെ ഉള്ളിൽ ഈമാനുണ്ടോ? എന്റെ ഈമാനുള്ള ജനങ്ങളെ, ഇത്തരം ആളുകളുടെ ചതിയിൽ കുടുങ്ങാതെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചോ. മൂന്നാമത്തെ ഗ്രൂപ്പിലെ ഹനീഫ് കായക്കൊടി, ജിന്നിനെ വിളിക്കൽ ശിർക്കാണോ അല്ലേ എന്നിടത്ത് അയാളുടെ വിശദീകരണം കേട്ടോ. ജിന്നിനെ വിളിക്കൽ ശിർക്കാണ്, ഹനീഫ് കായക്കൊടി. മൂന്നാമതൊരു ഗ്രൂപ്പുകാരൻ വരട്ടെ, അയാൾ പറയുന്നു
തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയുമില്ല. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജന പ്രദേശത്തായാലും ശരി, അതല്ല ആളുകളുള്ള പ്രദേശത്തായാലും ശരി, കരയിലായാലും ശരി, കടലിലായാലും ശരി, മഹാനോടായാലും ശരി, നബിയോടായാലും ശരി, ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി, പിശാചിനോടായാലും ശരി, ശിർക്കാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് തർക്കമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ യുവപണ്ഡിതന്മാരായ ആളുകൾ ചോദിച്ചു, അല്ല, നിങ്ങളുടെ കൂടെ എല്ലാവിധ ഉപദേശവും നൽകുന്ന ജബ്ബാർ മൗലവി നിങ്ങളുടെ ഗുരുവര്യനല്ലേ, നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ആളല്ലേ? ജബ്ബാർ മൗലവി ഇരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുമോനെ. ജബ്ബാർ മൗലവി കൂടെ ഇരിക്കുന്നതായി കാണാം. ആ ജബ്ബാർ മൗലവി കൂടെ ഇരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാം. ആ നടുക്കിരിക്കുന്ന പ്രായമുള്ള ആളാണ് ജബ്ബാർ മൗലവി. ഈ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ജിന്നിനോട് തേടുന്നത് കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് കിതാബ് വായിച്ചു തരുന്ന ജബ്ബാർ മൗലവി പറഞ്ഞില്ലേ? അയാൾ പറഞ്ഞത് ശിർക്കാണോ? നമ്മുടെ യുവപണ്ഡിതന്മാര് ചോദിച്ചു. അതാ നൗഷാദ് ഹസനിയുടെ ചോദ്യം വരുന്നു, കായക്കൊടിയുടെ മറുപടി വരുന്നു. ജബ്ബാർ മൗലവി എന്ന മുജാഹിദിന്റെ നേതാവ് ഹനീഫയുടെ ഫത്വ പ്രകാരം ശിർക്കിലേക്ക് പോകുന്നു. ഏതായാലും ഇപ്പോൾ പറഞ്ഞെന്താ, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കുന്നത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ആ വാക്ക് പറയാൻ അയാൾക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഏതായാകട്ടെ ശിർക്കാണ് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചത്. അടുത്ത ഞങ്ങളുടെ ചോദ്യം, ഇത് നിങ്ങളുടെ പത്രം ഇസ്ലാഹ് പത്രം, ഞങ്ങളുടേതല്ലോ ഇസ്ലാഹ് പത്രം. ഇതിൽ നിന്ന് ഞാൻ വായിക്കുന്നു, കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഹനീഫി അനസും അവിടെ അല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇൻ ബ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. നിങ്ങളെ പത്രമാണ് ഈ പറയുന്നത്, നിങ്ങളുടെ ഇസ്ലാഹ് പത്രം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാഹ് പത്രം ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി പറയണം. ഇതാരാ എഴുതിയത്? നിങ്ങൾക്ക് ഇത്രക്കാലം തൗഹീദ് പഠിപ്പിച്ച ജബ്ബാർ മൗലവി. അതാ അതിന് വലിയ രസം. മണ്ണാർക്കാട് ഞങ്ങളുടെ അലവി സഖാഫി ഉസ്താദ്, മളിയേക്കൽ ഉസ്താദ്, അങ്ങോട്ട് മഞ്ചേശ്വരത്ത് പേരോട് ഉസ്താദിന്റെ കൂടെ, അതുപോലെ ആലുവയിലും, അതുപോലെ തന്നെ ഈ അടുത്ത് തലശ്ശേരിയിലും എല്ലാം നേതൃത്വം നൽകിയ, നിങ്ങളെ മുന്നിൽ തലയെ കെട്ടിയിരുന്നിരുന്ന ജബ്ബാർ മൗലവി എവിടെ പോയി? അയാളായിരുന്നു പറയുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മൂവാറ്റുപുഴയിലെത്തിയപ്പോൾ ആ നേരത്തെ തലശ്ശേരിയിലും ആലുവയിലും മണ്ണാർക്കാടും ഉണ്ടായിരുന്ന ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ രണ്ടാമത്തെ ചോദ്യം, ജബ്ബാർ മൗലവി മുശ്രിക്കാണോ എന്ന് ചോദിച്ച് അതിന് കായക്കൊടിയുടെ മറുപടി കാണാം. അവർക്കാരും വലുതല്ല, കൂടെ നടക്കുന്ന ഓരോരുത്തരെയും മുശ്രിക്കായി തള്ളുകയാണ്. ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെ കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിംഗിൽ എഴുതുകയാണ്, ഹനീഫ് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശ്രിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ എഴുതി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു, ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. ഇത് ശിർക്കാണ്. ഞങ്ങളെതിരെ പറഞ്ഞു, ഞങ്ങളത് പ്രഖ്യാപിച്ചു. അപ്പൊ അവരുടെ തല നരച്ച മൂത്ത നേതാവ് അയാളെ മുശ്രിക്കാക്കി ചെറുപ്പക്കാർ മാറ്റി. സക്കരിയ സലാഹി ചോദിക്കുക, ഇയാളെയും കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നത്? കിതാബ് ഓതി കൊടുത്ത ആരാ? മുശ്രിക്ക്.
ആ കിതാബെല്ലാം വായിച്ചു കൊടുത്ത ആളെയല്ലേ നിങ്ങൾ മുശ്രിക്കാക്കിയത്? ജക്കരിയ സലായി ചോദിക്കട്ടെ. ഇപ്പൊ നമുക്കൊക്കെ കുറച്ച് ആദായമുണ്ട്, നമ്മൾ പ്രസംഗിക്കേണ്ട, അവരങ്ങ് പ്രസംഗിച്ചോ. അബ്ദുൽ ജബ്ബാർ പോലും ഇസ്ലാഹിൽ എഴുതിയതാണല്ലോ ഇവർ പറയുന്ന നിർഭയത്വം നഷ്ടപ്പെടുത്തിയ വിഷയം. ആ അബ്ദുൽ ജബ്ബാർ മോലിയെ കൂട്ടിയല്ലേ, അദ്ദേഹത്തെ ഗുരുനാഥനായി കൊണ്ടു നടന്നിട്ടല്ലേ ഈ മൂവാറ്റുപുഴ ഒഴികെയുള്ള മുഴുവൻ സംവാദങ്ങൾക്ക് നിങ്ങൾ പോയത്? കണ്ടോ, മൂവാറ്റുപുഴ ഒഴികെയുള്ള എല്ലാ സംവാദത്തിലും കൂടെ കൊണ്ടുപോയ മൗലവിയാണ് ജബ്ബാർ മൗലവി. അയാളെയാണ് മുശ്രിക്കാക്കിയത് അല്ലേ? അപ്പൊ എഴുതിയ അബ്ദുൽ ജബ്ബാർ മോലിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ശരിയാണ് എന്ന് ന്യായീകരിച്ച് എനിക്ക് ആ നിർഭയത്വം നഷ്ടപ്പെടുക പറയുന്നതിനും വേണ്ട ഒരു ന്യായ മനസ്സ് മൗലവി. ജബ്ബാർ മോലിക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് തെറ്റല്ല എന്ന് പറഞ്ഞ് എനിക്കാണോ നിർഭയത്വം നഷ്ടപ്പെടുക? ഇത് എഴുതിയ ജബ്ബാർ മോലിയെ കൂട്ടിയല്ലേ നിങ്ങൾ പോയത്? ജബ്ബാർ മോലി എഴുതിയത് ശിർക്കാണ് എന്ന് മൂവാറ്റുപുഴയിൽ പറഞ്ഞപ്പോ ഹൈസന് തിരിച്ചടിച്ചു. ആ മുശ്രിക്കിനെയും കൂട്ടിയല്ലേ നിങ്ങൾ ഞങ്ങളടുത്ത് സംവാദത്തിന് വന്ന് മറുപടി പറയാൻ സാധിച്ചോ നിങ്ങൾക്ക്? തെറ്റുമ്പോഴാണ് ജയിച്ചതാരാന്ന് പറയാ, തമ്മിൽ തെറ്റുമ്പോഴാണ് സംവാദത്തിൽ ആര് ജയിച്ചു എന്ന് പറയാ. അപ്പൊ മൂവാറ്റുപുഴ സംവാദത്തിൽ മുജാഹിദ് കക്ഷികളെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സുന്നി പണ്ഡിതന്മാർ സംസാരിച്ചു എന്ന് മറ്റൊരു മുജാഹിദ് വിലയിരുത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ദീന് കൊണ്ട് ഈ വിഭാഗം കളിക്കുന്നത് എത്രയാണ്. താൽക്കാലിക താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ദീന് കൊണ്ട് അവർ ജീവിക്കുന്നത്? അള്ളാഹുവിനെ ഭയമുള്ള ആളുകളാണോ? നമുക്ക് റബ്ബിന്റെ ദീനിൽ നിന്നൊരു കടുകിട പുതിയതായി നമുക്ക് നമ്മുടേതായി പറയാൻ ധൈര്യമില്ല. കാരണം ഞങ്ങൾ ഭയക്കുന്നുണ്ട് ജല്ല ജലാലായ അല്ലാഹുവിനെ. ഞങ്ങളുടെ കൽബിലുള്ള ഈമാൻ അത് ഞങ്ങൾക്ക് നേർവഴിക്ക് തെളിച്ചു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഇമാമീങ്ങൾ, അല്ലാഹുവേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇതിനാണ് ഗുരുത്വവും പൊരുത്തവുമുള്ള ഉസ്താദുമാരിൽ നിന്ന് ദീനും ഇൽമും പഠിച്ചിട്ട് വേണം മതം പറയാൻ. അവിടുന്ന് ഇവിടുന്നും വലിച്ചു കയറി വന്നിട്ട് ബുക്കും ലേഖനങ്ങളും വായിച്ചിട്ട് മതം പറയാനിറങ്ങിയാൽ തൗഹീദ് തിരിയാതെ പോകും. എവിടുന്നൊക്കെയോ വന്നു കയറുന്ന ആളുകളെ കൊണ്ട് മതം പറയിപ്പിക്കുന്നു. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിക്കും. ഇതുപോലെ അള്ളാഹുവിന്റെ മതം ഇഷ്ടം പോലെ ചുമട്ടുതൊഴിലാളിയായി നടന്നവനും, അതുപോലെ തന്നെ തെരുവിൽ കച്ചവടം ചെയ്ത് നടന്നവനും, കല്ലുകോറിയിൽ പണിയെടുത്തവനും, അങ്ങനെ പല ജോലിയിലും നടന്നിട്ട് അടയ്ക്കുന്ന മുജാഹിദാകുമ്പോൾ രണ്ട് നോട്ടും കൊണ്ട് പ്രസംഗത്തിനിറങ്ങിയിട്ട് അള്ളാഹുവിന്റെ മതത്തെ അവർ കൈകാര്യം ചെയ്തു കളഞ്ഞു. അതിന്റെ തെളിവല്ലേ ഈ മൗലവിമാര് മതം കൊണ്ട് പന്താടുന്നത്? അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ ഈമാനും തഖ്വയും ഇത്തരം വാദക്കാരുടെ വാദങ്ങളെ പ്രമാണം കൊണ്ട് തകർത്തു കളഞ്ഞിട്ട് ശരിയായ തൗഹീദ് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് മുഴുവനും നൽകണേ അല്ലാഹ്. ഇവര് പറഞ്ഞെന്താണെന്നറിയോ? ജബ്ബാർ മൗലവിയെ കുറിച്ച് ഇവർ പറഞ്ഞത്, ജബ്ബാർ മൗലവി ആരാ? സംവാദങ്ങളായ സംവാദങ്ങളിൽ മുഴുവനും മുജാഹിദിന്റെ യുവപണ്ഡിതന്മാർക്ക് വേണ്ട കിതാബ് ഓതിക്കൊടുത്ത ജബ്ബാർ മൗലവി. അയാളെ എന്താണ് ആക്കിയത് നോക്കിയ? ജബ്ബാർ മൗലവി ബിംബാരാധകത്തെ പണിയാണ് എടുത്തത്. അവരെന്നെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അതിനെ പ്രാർത്ഥനയാക്കി കോട്ടി മാറ്റി അവതരിപ്പിക്കുന്നു. നോക്കൂ, ആശയക്കുഴപ്പത്തിന്റെ സ്പെഷ്യലിസ്റ്റ് കാണിച്ചു കൊടുക്കും. അതൊരു വിളിയല്ലേ, വെറും വിളിയല്ല. എന്തിനാ വിളിക്കണത്? എന്തിനാ വിളിക്കണത്? ജിന്നെ സഹായിക്കണേന്ന് പറയണത് എന്തിന്? ജിന്നെ വെളിച്ചെന്താന്ന് പറയണത് എന്തിന്? ജിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് എല്ലിന്റെ വീട്ടിൽ ഇന്നൊരു സൽക്കാരുണ്ടായിരുന്നു, കുറച്ച് എല്ല് ബാക്കിയുണ്ട്, ഇജ്ജ് തിന്നോ എന്ന് പറഞ്ഞിട്ട് എല്ല് കൊണ്ടിട്ട് കൊടുക്കാനാ? അല്ല, പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഈ വിളി, പ്രയാസത്തിന്റെ ഘട്ടത്തിലാണ് ഈ വിളി, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ വിളി, അപകടത്തിന്റെ വക്കിലാണ് ഈ വിളി, വെള്ളത്തിൽ ഒഴുകിപ്പോയി കൈകാലിട്ടടുക്കുമ്പോഴാണ് ഈ വിളി. നിങ്ങൾ അറിയോ? ഇത് കേട്ട് ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് സ്ഥാപിച്ച അംർ ബിൻ ലഹിയ എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് ജബ്ബാർ മൗലവി ചെയ്തത്. മുശ്രിക്കീങ്ങളുടെ നേതാവായി മാറി.
ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണിയേതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്യുന്നത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിൽ നടന്നിരുന്നത്? ഈ മുശ്രിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ. ആലുവാ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി. ആലുവാ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി. അപ്പൊ ജയിച്ചതാര്? സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ, പണ്ഡിതന്മാർ. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വിശദീകരണം ഉണ്ടാക്കാൻ വേണ്ടി മൗലവിയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് അന്ന് ഹനീഫ പറയാണ്, അതിലെവിടെ അല്ലെങ്കിൽ മൗലവി ശിർക്ക്, നിങ്ങളാ എഴുതിയിലെവിടെ ശിർക്ക്, അതിന് ശിർക്കുണ്ട് ആരെങ്കിലും കണ്ടോ? അപ്പോൾ ഇവർ അള്ളാഹുവിന്റെ മതം കൊണ്ട് എത്ര ഗ്രൂപ്പായിട്ടാണ് ഈ കളിക്കുന്നത്. അതേ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാത്തിനും തെളിവുണ്ട്. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങൾ حدثنا علي بن ميمون قال سمعت الشافعي رضي الله عنه يقول إني لأتبرك بأبي حنيفة وأجيء إلى قبري في كل يوم يعني زائرا. ഞാൻ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ഖബറുകളിലേക്ക് ദിവസേന പോകും. എന്നിട്ടോ ഫൈദാ അറദത് ലി ഹാജ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ സല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിക്കും. വജിഅതു ഇലാ ഖബരിഹി, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് ഞാൻ പോകും. വസഅൽതുല്ലാഹൽ ഹാജ, എന്നിട്ട് ഞാൻ എന്റെ വിഷയവും എന്റെ വിഷമവും ഞാൻ അല്ലാഹുവിനോട് അബൂ ഹനീഫ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അവിടുന്ന് നിറവേറ്റി തരാറുണ്ട്. ഈ ശാഫിഈ ഇമാമിന്റെ മതം പഠിച്ചിട്ടാണ് ഞങ്ങൾ ദീന് പടി പറയാൻ ഇറങ്ങിയത്. ഏതെങ്കിലും മൗലവിമാരുടെ യുക്തിവാദവും കൊണ്ടല്ല ഞങ്ങൾ ഇറങ്ങിയത്. താരീഖ് ബഗ്ദാദിലല്ലേ കാണുന്നത്, വേറെയും ഗ്രന്ഥങ്ങളിലില്ലേ റിപ്പോർട്ട് ചെയ്തത്. ഇമാമുന ശാഫിഈ തങ്ങൾ ചെയ്ത പണിയല്ലേ സിയാറത്ത് ചെയ്ത് സ്വാലിഹീങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുന്ന നമ്മൾ ചെയ്യുന്നത്. അതേ സമയത്ത് ഇവിടെയുള്ള ബിദ്അത്തിന്റെ കക്ഷികൾ അല്ലാഹുവിന്റെ മതം പഠിക്കാതെ ഇഷ്ടമുള്ളത് പറയുകയല്ലേ. എന്നിട്ട് തൗഹീദ് കൊണ്ട് കളിച്ചിട്ട് അവസാനം അതാ അനസ് മൗലവി തൗബ ചെയ്യുന്നു. തൗഹീദ് മാറിപ്പോയില്ല, മാറിപ്പോയെങ്കിൽ തൗബ ചെയ്യുന്നു. തൗഹീദ് കൊണ്ട് ജനങ്ങളുടെ മുഴുവനും മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ട് അനസ് മൗലവിയുടെ തൗബ കണ്ടോ? പറയുന്നു, ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യുന്നു. ഈ ജനങ്ങളെ മുഴുവനും മാറ്റി തൗഹീദ് കൊണ്ട് മാറ്റി കളിപ്പിച്ചിട്ട് തൗബ ചെയ്യുന്നു. ഞങ്ങൾ പിടിക്കേണ്ടതില്ല, നിങ്ങളുടെ അനുയായികൾ പിടിക്കും. ഞങ്ങൾ ഇതിനു മുമ്പ് അങ്ങ് മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ചോദിക്കും. ഏതായാലും ബാക്കി തൗബ അങ്ങ് തീരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വ്യക്തമാക്കുക. അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോ ഒരു മൗലവിയുടെ കരച്ചിലും തൗബയും.
ഓരോ മൗലവിമാരും ഇങ്ങനെ കരച്ചിലും തൗബയും നടത്തിയപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞു, അടുത്ത സമ്മേളനത്തിൽ ഒരു കുംഭസാരക്കൂടുണ്ടാക്കണം. അടുത്ത സമ്മേളനത്തിൽ കുംഭസരിക്കാൻ അവസരമുണ്ടാക്കണം. സക്കരിയ സലാഹി പറയട്ടെ. അപ്പൊ ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമാണ്. അപ്പൊ മുജാഹിദുകൾ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെച്ചടയാം. മലയാളി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ഞങ്ങളെല്ലാം ആ പറഞ്ഞത് നൂനി. എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുംഭസരിക്കുന്ന ഏർപ്പാടത് എവിടേക്കാണ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഞങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ച് പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്ക. സക്കരിയ സലാഹിന്റെ ഒക്കെ കുറച്ച് ശിർക്കുള്ള തന്നെ ഏട്ടാ. സലഫിന്റെ കരച്ചിൽ കണ്ടില്ല നിങ്ങള്? അങ്ങനെ കരയാൻ പറ്റിയ സൂപ്പർ സ്റ്റാറുകൾ അവര് കരയേണ്ടടുത്ത് കരും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും. അതൊക്കെ നല്ല അഭിനേതാക്കളാ. അതുകൊണ്ടൊന്നും കൂടെ നടന്നവർക്കല്ലേ അറിയുള്ളൂ അവരൊക്കെ ആ ക്വാളിറ്റി. നമ്മൾ പറഞ്ഞാൽ അത് ആക്ഷേപമായി പോകും. അവർ തന്നെ കൂടെ നിന്ന് തെറ്റിയപ്പോ പറയാണ് നല്ല അഭിനേതാക്കളാണ് മുജാഹിദിന്റെ പ്രസംഗം. ഇത് കണ്ടിട്ടിപ്പോ സുന്നികളെന്താ പറയുന്നറിയോ? അനസേജ് ഷഹാദത്ത് കലിമന്നെ ചൊല്ലണം. കാരണം എന്താ? ഷഹാദത്ത് കലിമ ചൊല്ലണം എന്ന് പറഞ്ഞ കർമ്മത്തിലല്ലല്ലോ, അയാൾ ചെയ്തു പോയത് വിശ്വാസത്തിൽ പിഴച്ചതല്ലേ. അത് അനസിനോട് മാത്രല്ല, മുജാഹിദുകളോട് എല്ലാവരോടും പറയുന്നത്. നമ്മൾ ആദർശം മാറി, നമ്മളിപ്പോ തൗബ ചെയ്യണം. ഇത്ര കാലം നിങ്ങൾ പറഞ്ഞത് തിരുത്തിയതിന് നിങ്ങൾ ഷഹാദത്ത് കലിമ മാറ്റിച്ചെല്ലണം എന്നാ ഖുറാഫികൾ പറയുന്നത്. ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന് അന്യ സംപ്രസ്ഥാനങ്ങൾക്കിടയിൽ നാണക്കേടുണ്ടാക്കിയ മുജാഹിദ് പ്രസ്ഥാനം നാണക്കേടിലായി, മുജാഹിദ് പ്രസ്ഥാനം വെട്ടുതട്ടിലായി. മുജാഹിദിന്റെ ഒരു മൗലവി മറ്റൊരു മൗലവിയുടെ അഭിപ്രായത്തിൽ മുശ്രിക്കായി, ആ മൗലവി മറ്റേ മൗലവിയുടെ അഭിപ്രായത്തിൽ മുശ്രിക്കായി. മൊത്തത്തിൽ കേരളത്തിലെ മുജാഹിദ് എവിടെ പോയി? ഇനിയെങ്കിലും ആരെങ്കിലും അഭിമാനത്തോടെ പറയോ ഞാൻ മുജാഹിദാണ്? ആരെങ്കിലും പഴച്ചുപോയ വല്ല തെറ്റായ സാഹചര്യത്തിലും പ്രസ്ഥാനത്തിൽ മാറിപ്പെട്ടുപോയെങ്കിൽ ഇപ്പോൾ തന്നെ ശരിയായ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ. ഇമാമീങ്ങൾ പറഞ്ഞു തന്ന ശരിയായ ദീനിലേക്ക് മടങ്ങിക്കോ. ഏതെങ്കിലും മുജാഹിദിന്റെ മെമ്പർമാരെന്റെ ശബ്ദം എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ? ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ പടച്ചവന്റെ ശരിയായ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിലേക്ക് വരാൻ? കുറെ മൗലവിമാര് കുംഭസരിക്കുന്നു, വേറെ മൗലവിമാര് തൗബ ചെയ്യുന്നു, വേറെ മൗലവിമാര് കലിമ മാറ്റിച്ചൊല്ലുന്നു, വേറെ മൗലവിമാര് സംഘടന മാറി വെല്ലുവിളിക്കുന്നു. ഇങ്ങനെ 8ഉം 12ഉം തട്ടുകളിലായി അള്ളാഹുവിനുള്ള വിശ്വാസത്തിലങ്ങ് തട്ടുകളിലായി വ്യത്യസ്തങ്ങളായ തൗഹീദ് പറയുമ്പോ ഇവിടെ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് മൗലിദ് ആഘോഷം പറഞ്ഞില്ല, 3-ാം ഫാത്തിഹ പറഞ്ഞില്ല, 40-ാം ഖത്തം പറഞ്ഞില്ല, മരിച്ചോടത്ത് ഖുർആൻ ഓതുന്നത് പറഞ്ഞില്ല. മുഴുവനും തൗഹീദ് കൊണ്ടുള്ള കളിയല്ലേ ഈ പ്രസ്ഥാനക്കാർ നടത്തുന്നത്? എന്റെ സാധാരണക്കാരെ, നിങ്ങളുടെ ഈമാൻ ആരുടെയും മുന്നിൽ പണയം വെച്ചു കളയല്ലേ. ശരിക്കു പറഞ്ഞാൽ മുജാഹിദുകളുടെ വിശ്വാസത്തെ കൃത്യമായ തെളിവ് കൊണ്ട് ഖണ്ഡിക്കാൻ നമുക്ക് വലിയ ഉസ്താദുമാരുടെ ഒന്നും ആവശ്യമില്ല. ഈ കരുനാഗപ്പള്ളി തന്നെ സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്, SBS-ന്റെ കുട്ടികളുണ്ട്. അത് ചോദിക്കാനും തിരുത്താനും. അപ്പൊ അത്രയും തകർന്നടിഞ്ഞു പോയ പ്രസ്ഥാനം, അതിലേക്ക് നിങ്ങൾ കയറിയിട്ട് ആഖിറം നഷ്ടപ്പെടുത്താൻ പാടില്ല. മൗലവിമാരോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ? ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ? ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ എന്ത് ചെയ്തേനെ? അനസ് മൗലവിയെ വിചാരണ ചെയ്യുന്നത് കണ്ടോ? ദുനിയാവിൽ തന്നെ വിചാരണ തുടങ്ങിപ്പോയി. എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മലക്കാട് എങ്കിലും കുഴപ്പമില്ല. ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ എന്നെ അനുവദിച്ചാൽ, എന്റെ കയ്യിൽ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ അനസ് മൗലവി അനുവദിച്ചാൽ, പൂർണ്ണമായി ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ അനുവദിച്ചാൽ ഞാൻ തയ്യാറാണെന്ന് കേൾപ്പിക്കാൻ തയ്യാറാണ്. അനസ് തയ്യാറാണോ? അനസ് തയ്യാറാണോ? അനസ് സംസാരിച്ച് കേൾപ്പിക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ കേൾപ്പിക്കാൻ തയ്യാറാണ്. ഞാൻ എതിർത്താലല്ലേ നിങ്ങൾ കേൾപ്പിക്കേണ്ടതുള്ളൂ? ഞാൻ എതിർത്താലല്ലേ കേൾപ്പിക്കേണ്ടതുള്ളൂ? അപ്പൊ ഇത് പറയുന്നത് അള്ളാഹു പറഞ്ഞു, കേട്ടോളൂ. മനുഷ്യനാണ്, ഏതെങ്കിലും തരത്തിലൊരു വാക്കിൽ പിഴവൊക്കെ സംഭവിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പരിഗണനയെങ്കിലും എനിക്ക് താ. ഞാൻ മലക്കല്ല, അത് മനസ്സിലാക്കിക്കോ. ഞാൻ മലക്കല്ല, മനുഷ്യനാണ്. ആ ഒരു പരിഗണനയൊക്കെ എനിക്ക് തന്നൂടെ?
അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ്യ. അപ്പോ ആ വാചകം ഞാൻ ഓർത്തെടുത്തപ്പോ അതെങ്ങനെ എനിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവും. സോറി. ഈ യാ ഇബാദുല്ലാഹി അയ്നുനി എന്ന ഹദീസ് സംബന്ധിച്ചുള്ള ചർച്ചയിൽ 2000 ഷാർജ മുഖത്തിൽ ഹുസൈൻ സലഫി, അതുപോലെ തന്നെ 2004 മണ്ണാർക്കാട് സംഭവത്തിൽ സക്കരിയ സലാഹി തുടങ്ങിയവരെല്ലാം ഈ ഹദീസ് അതിൽ ശിർക്കില്ലെന്നും അതിൽ ഇസ്തിഗാസ ഇല്ലെന്നും അതിൽ പ്രാർത്ഥനയില്ല എന്നും അതുകൊണ്ട് ശിർക്കില്ല എന്നും ഒക്കെ വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ 2007 ഏപ്രിൽ മാസം ഇറങ്ങിയ ഇസ്ലാം മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് സംബന്ധിച്ച് അതിൽ അഭൗതികതയില്ല എന്നും പറയുകയുണ്ടായി. ഇതിനൊക്കെ വിശദീകരണവുമായി ഈ ഇരിക്കുന്ന അനസ് മൗലവിയും ഹനീഫ് മൗലവിയും അതുപോലെ തന്നെ അബ്ദുൽ റഹ്മാൻ സലഫിയും 2012 വരെ അത് ശിർക്കല്ല എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. നിങ്ങൾ ഈ ശിർക്കൻ വിശ്വാസത്തിൽ 2012 വരെ ഞങ്ങളെ തറച്ചിട്ടിരുന്നു. ഞങ്ങളെങ്ങനെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചോദ്യം കേട്ടില്ലേ? തൗഹീദ് 2012 വന്നപ്പോൾ ഇന്നലെ വരെയുള്ള ആശയത്തിൽ നിന്ന് മാറി അനസ് തൗബ ചെയ്ത് കരഞ്ഞു കുമ്പസരിച്ചല്ലോ. ഞങ്ങളെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ട് നടന്നില്ലേ? ഞങ്ങൾ മരിച്ചുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അനസ് മൗലവിയോട് ചോദിക്കുകയാണ്. ഇതുവരെ തൗബ ചെയ്യാത്ത ബാക്കി മൗലവിമാരുടെ കഥ എന്താണ്? അവര് തൗബ ചെയ്ത് മടങ്ങി വരുമോ ഇല്ലേ? ഇതുപോലെ മുജാഹിദുകളെ ദുനിയാവിൽ തന്നെ വിചാരണ തുടങ്ങി അനുയായികൾ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ചിന്ത വരേണ്ടത് എവിടെയാണ്? ഇത്തരം നാഴികയ്ക്ക് 40 വട്ടം ദീന് മാറ്റുന്ന പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോകാതെ അള്ളാഹുവിന്റെ പവിത്രമായ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചോ. അള്ളാഹുവിന്റെ ഹക്കായ ദീനിൽ നിന്ന് മാറേണ്ടതില്ല. അവർ മീറ്റിംഗ് കൂടിയിട്ട് മതമുണ്ടാക്കുന്നു, മീറ്റിംഗ് കൂടിയിട്ട് തൗഹീദ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ ജനങ്ങളുടെ ചിന്ത എന്താണ്? ഒരു സ്ഥലത്ത് മുജാഹിദിന്റെ നേതാക്കൾ വരല്ലേ എന്നാണ് ഇപ്പൊ മുജാഹിദീങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം പ്രശ്നം തന്നെ അവര് തന്നെ പറയട്ടെ. ഇപ്പൊ മുജാഹിദിന്റെ നേതാക്കൾ വരല്ലേ എന്നാണ് അവര് ചിന്തിക്കുന്നത്. നേതാക്കൾ വരുമ്പോൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയും അവരെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പ്രവർത്തകർ നേതാക്കൾ ഇതിനെ വരാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. എന്താ പേര്? ആദർശ വിശദീകരണം. കണ്ടോ? ഇപ്പൊ മുജാഹിദുകൾ വരില്ലേ എന്ന് പറഞ്ഞു. മുജാഹിദുകൾ ജിന്ന് വന്നപ്പോ തൗഹീദ് വളർന്നു. പിന്നീട് ജിന്ന് വന്നപ്പോൾ സക്കരിയ സലാഹി മന്ത്രം തുടങ്ങി. വിഷയം ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇവിടെ മന്ത്രിച്ചൂതിയതിന്റെ പേരിൽ, ഖുർആൻ ഓതിയൂതിയതിന്റെ പേരിൽ, അതുപോലെ ദിക്റുകൾ ചൊല്ലി മന്ത്രിച്ചതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയില്ലേ? സക്കരിയ സലാഹി അയാളുടെ മന്ത്രത്തിന്റെ ഒരു അനുഭവം പറയട്ടെ. സമയോചിതമായി നമുക്ക് വിശദീകരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ പാതയാണെന്ന് ബോധ്യപ്പെട്ടത്? കണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നയാൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് സക്കരിയ സലാഹി നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നാ ചോദ്യം. മറുപടി പറയും. കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. ആരെ വിളിച്ചത്? ജിന്ന് ചികിത്സ അർഹിക്കുന്ന ഒരാൾ വന്നപ്പോൾ ഇയാൾ ചികിത്സിക്കാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഫറൂഖിലുള്ള ഈ മാനസികരോട് ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സൂറത്ത് മറിയമിന്റെയും കഹ്ഫിന്റെ CD കേട്ടിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. സൂറത്ത് മറിയമിന്റെയും കഹ്ഫിന്റെയും CD കേൾപ്പിച്ചു കൊടുക്കാൻ ബാലുശ്ശേരി പറഞ്ഞു. ഓതിയൂതാനല്ല, CD കേൾപ്പിച്ചു കൊടുക്കാൻ. ഇത് കേട്ടാൻ വേണ്ടി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്നിട്ട് ഒന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ ചികിത്സ ഉണ്ട്. ഈ എല്ലാ രോഗികളും ഖുർആൻ ചികിത്സ അറിയിക്കുന്ന എല്ലാവരും ഗൾഫിലേക്ക് പോകണം. ഷറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിൽ സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാതെ വല്ല ശേത്തൻ എന്റെ ദേഹത്ത് കയറുന്ന
രോഗിയായ ആൾക്ക് ടേപ്പ് റെക്കോർഡറിൽ ഖുർആൻ ഇട്ടിട്ട് ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു കൊടുത്തു. എന്നിട്ടോ അങ്ങനെ ഖുർആൻ കേട്ടിട്ട് ചെയ്താൻ ഇളകിയാൽ എന്നെ പിടിക്കാതിരിക്കാൻ ഞാൻ ആയത്തുൽ കുർസി ഓതി. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവന് എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറായിട്ട് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ അത് വല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി. അത് വന്നാന്ന് പറഞ്ഞു നോക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബാധയുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ് അന നബിയുല്ലാഹ്, ഉഖ്റുജ് അദുവല്ലാഹ് അന നബിയുല്ലാഹ്. ശൈത്താൻ അങ്ങ് പോയി. ആ ദിക്ർ ഇയാള് ചൊല്ലിയാലുണ്ടോ ഫലിക്ക? അയാൾ ചൊല്ലി നോക്കിയാലോ ചാടിയും എണീറ്റ് വാടിന്റെ ടേപ്പ് ഇയാള് ചൊല്ലിയപ്പോ ചെയ്താൽ കൂടി. നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം തുടങ്ങുന്ന മാതിരി എന്താടാ നീ കാണിച്ചു? അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ? നാറിന്ന് നൂറിന്ന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കകത്താ. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ MSFന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്ത് നിൽക്കുന്നത്. ഞാൻ വാതിൽ വന്നപ്പോ അദ്ദേഹത്തെ നിങ്ങളിപ്പോ എന്താ അവിടെ റുക്കിയ നടത്തി വെച്ചു? നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വന്ന് ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോലം എങ്ങനെയാ കാണുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനിയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ. അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യേണ്ടതാണ്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. നമ്മളെ ജന്മീയത്തിന് മധ്യ ഒരു ചർച്ച ചെയ്തിട്ടില്ല. അവിടെ ഇങ്ങോട്ട് വേണമെങ്കിൽ പോയി നോക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഇതാണ് ഏതാണ് സംഭവിച്ചിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ നോക്കേ, ഇവരോട് തന്നെ ചോദിക്കാനില്ലേ? ഒരു രോഗി വന്നാൽ ഖുർആൻ ഓതി മന്ത്രിച്ചാൽ ശിർക്കായി പോവും, അല്ലെങ്കിൽ മന്ത്രം നടത്തിയാൽ ശിർക്കായി പോവും. എന്നാൽ ടേപ്പ് റെക്കോർഡർ എടുത്ത് ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കണമെന്ന് ഏത് ആയത്തിലാണ്, ഏത് ഹദീസിലാണ്, ഏത് തെളിവാണ്? പക്ഷേ എന്തു ചെയ്യാനാണ്? സക്കരിയ സലഹിയുടെ ഒന്നാമത്തെ മന്ത്രത്തിൽ തന്നെ 50,000 രൂപ നഷ്ടം. ലാപ്ടോപ്പ് പോയി, ടേപ്പ് റെക്കോർഡറും പോയി, അവിടെയുള്ള സാധനങ്ങളെല്ലാം കേടുവന്നുപോയി. ഇതുപോലെയല്ലേ സഹോദരങ്ങളെ, ഇവർക്കൊക്കെ ദീന് പറയാൻ എന്ത് അവകാശമാണ്? ഇവർക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ കൃത്യമായ നിയമങ്ങൾ പറയാൻ വല്ല അർഹതയുമുണ്ടോ? ഈ സക്കരിയ സലാഹിയെ എതിർത്തുകൊണ്ടാണ് ഇപ്പൊ അനസ് മൗലവി നടക്കുന്നത്. അപ്പൊ സക്കരിയ ചോദിച്ചു, മോനെ അനസേ, നീ അങ്ങനെ പ്രസംഗിക്കരുത്. പണ്ട് നമ്മൾ ഒരുമിച്ചല്ലേ മന്ത്രത്തിന് പോയത്? വരട്ടെ അനസ് മൗലവിയുടെ മന്ത്രം. അനസ് മൗലവി സുബൈർ ഡോക്ടറെ കൊണ്ട് ചികിത്സക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞാൻ എറണാകുളത്തെ ക്ലിപ്പിട്ടു. ഒരു പ്രവർത്തകൻ വിളിച്ചു, അനസ് മൗലവി ഇങ്ങനെ സക്കരിയ സലാഹിയെ പറ്റി വല്ലാതെ പറയുന്നുണ്ടല്ലോ, അനസ് മൗലവി എന്നെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ? സക്കരിയ സലാഹിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എന്തിനാ പിന്നെ അങ്ങോട്ട് അയച്ചത്? അനസ് മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയായിട്ടാണോ എന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചാക്കി തന്നത്? ആരാ പറയുന്നത്? സുബൈർ ഡോക്ടർ. സുബൈർ ഡോക്ടർ ഇത്രയും കൂടി പറഞ്ഞു. ഞാൻ ഇനി കുറച്ചും കൂടി പറയും. പലരെ പറ്റി എനിക്ക് പറയാണ്ട്. ഒരുപാട് മുജാഹിദീകൾ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. കൊലൊന്നും ഖുർആൻ ഓതാൻ അറിയാത്തവരൊന്നല്ല, ഹാഫിദീങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം കഴിഞ്ഞ് നാട്ടിൽ വരുന്നുണ്ട്, അനസ് മൗലവിയോട് പറഞ്ഞേക്ക്. അപ്പൊ മുജാഹിദ് വീണ്ടും ഒന്നുകൂടി കൂടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മുജാഹിദ് തുണ്ടം തുണ്ടമായി മന്ത്രത്തിന്റെ പേരിൽ അതാ മലക്കം മറിയുന്നു, അള്ളാഹുവിന്റെ ദീന് കൊണ്ട് കളിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഇമാമിങ്ങൾ തന്ന ഇസ്ലാമാണ്. അത് അചഞ്ചലമായ തൗഹീദാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇവിടെ ഓരോ മുജാഹിദും അവർക്ക് താല്പര്യമുള്ള മുജാഹിദിന്റെ അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് 4ൽ 1 മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായമാണ്. മദ്ഹബിന്റെ ഇമാമുകൾ തമ്മിൽ തർക്കമില്ല, മദ്ഹബ് അംഗീകരിക്കുന്നവരുടെ ഇടയിൽ തർക്കമില്ല. പിന്നെ എന്തേ വന്നുപോയത്? ഇവിടെ ഒരു സഹോദരൻ എഴുതി ചോദിച്ചതുകൂടിയുണ്ട്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് എന്താണ്? ഒരായത്തിന്റെയോ ഒരു ഹദീസിന്റെയോ ഒരു മസ്അലയുടെയോ വീക്ഷണത്തിൽ 2 അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമുണ്ടാവുകയും അല്ലെങ്കിൽ ഒന്നിലേറെ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമുണ്ടാവുകയും സ്വഹാബികൾ തന്നെ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത വിഷയങ്ങളിലല്ലാതെ മദ്ഹബിന്റെ ഇമാമുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഗണ്യതമായ വിഷയത്തിൽ, ഖത്ഇയ്യായ വിഷയത്തിൽ, അല്ലെങ്കിൽ നസ്സ് വാരിദായ വിഷയത്തിൽ, ഗണ്യതമായ ഒരു തെളിവ് വന്ന വിഷയത്തിൽ മദ്ഹബിന്റെ ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല.
ഒരു വിഷയത്തിൽ ഗണ്ഡിതമായ പ്രമാണം വന്നിട്ടില്ല, വ്യാഖ്യാന സ്വാതന്ത്ര്യമുള്ളതാണ്. അതിൽ ഒരഭിപ്രായം ഇബ്നു അബ്ബാസ് തങ്ങൾ ബലപ്പെടുത്തി, മറ്റൊരഭിപ്രായം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇങ്ങനെയാണ് ഇമാമിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ഒരിമാം ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഭിപ്രായത്തിന്റെ ബലാബലം നോക്കിയിട്ട് അതിനെ സ്വീകരിക്കുന്നു, മറ്റൊരിമാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം നോക്കി സ്വീകരിക്കുന്നു. രണ്ടും തമ്മിൽ സംഘട്ടനങ്ങളില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ വീക്ഷണ സ്വാതന്ത്ര്യമുള്ള വിഷയങ്ങളിലല്ലാതെ ഗണ്ഡിതമായ തെളിവുള്ള ഒരൊറ്റ വിഷയത്തിലും മദ്ഹബിന്റെ ഇമാമുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ചോദിച്ച സഹോദര മനസ്സിലാക്കിക്കോ, ഖത്ഈയായ തെളിവ് വന്ന അല്ലെങ്കിൽ നസരിയായ ഒരു വിഷയത്തിലും ഇജ്തിഹാദില്ല. ഗവേഷണ സ്വാതന്ത്ര്യമുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ വന്ന വിഷയത്തിൽ ഒരു സ്വഹാബിയുടെ അഭിപ്രായം അതാ ഒരു ഇമാം സ്വീകരിക്കുന്നു, മറ്റൊരു സ്വഹാബിയുടെ അഭിപ്രായം ഒരു ഇമാം സ്വീകരിക്കുന്നു. അതവർ പ്രബലമായി അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ പേരിൽ അവർ സംഘട്ടനങ്ങളില്ല. അന്യ സ്ത്രീയെ തൊട്ടാൽ മുറിയുമോ ഇല്ലേ? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ലഭ്യമായ പ്രമാണങ്ങളുടെയും അതുപോലെ തന്നെ വാരിദായ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യാഖ്യാന സ്വാതന്ത്ര്യവും പ്രാമാണികമായ അനുമതിയുമുള്ള രീതിയിൽ അതിനെ വിശദീകരിക്കുന്നു. ഇമാം അബൂ ഹനീഫ തങ്ങൾ അവിടുത്തെ മാനദണ്ഡങ്ങളിൽ അത് വിശദീകരിക്കുന്നു. രണ്ടും പ്രമാണബദ്ധമാണ്, രണ്ടാലൊന്ന് സ്വീകരിക്കാവുന്നതാണ്. അത് മദ്ഹബിനെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എല്ലാ മജ്ലിസിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ നമുക്ക് പിരിയാൻ പറ്റൂ. നമ്മളെ ഹബീബിന്റെ അനുയായികളല്ലേ, സ്വഹാബത്തിന്റെ പിൻഗാമികളല്ലേ, ഇമാമിങ്ങളെ പിന്തുടരുന്നവരല്ലേ, തഖ്വ മാർഗമായി സ്വീകരിക്കുന്നവരല്ലേ. വരട്ടെ, സുന്നികളാണെങ്കിൽ നാലാലൊരു മദ്ഹബിനെ അംഗീകരിക്കുന്നു. മുജാഹിദുകളോ ഓരോ നാട്ടിലും ഓരോ മൗലവി അംഗീകരിക്കുന്നു. ഒരു നാട്ടിലെ മുജാഹിദ് പല തട്ടിലാണ്. ഈ രൂപത്തിലുള്ള ഒരു തരം തഖലീദ് മനസ്ഥിതി പല സ്ഥലങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എടവണ്ണ വെച്ച് വല്ലതും പറയണമെങ്കിൽ അലൈമോലി പറഞ്ഞോ നോക്കണം. അലൈമോലി പറയാത്ത വല്ലതും അവിടെ പറഞ്ഞോ നവോ കുടുങ്ങിയന്നെ. ആഹാ, അലൈമോലിന്റെ കുത്തുപാട്ടാരാ ഞങ്ങളൊക്കെ, ഓലത് പറഞ്ഞില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ തഖ്ലീദിന്റെ മറ്റൊരു രൂപം നമ്മുടെ ആളുകളിലേക്കും കടന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ തിരൂരിലെ മുജാഹിദ് ഒരു മൗലവിയെ തഖ്ലീദ് ചെയ്യുന്നു, എടവണ്ണയിലെ മുജാഹിദ് മറ്റൊരു മൗലവിയെ തഖ്ലീദ് ചെയ്യുന്നു, കോഴിക്കോട്ടെ മുജാഹിദ് വേറൊരു മൗലവിയെ തഖ്ലീദ് ചെയ്യുന്നു. അങ്ങനെയാണ് മുജാഹിദുകളുടെ നടപടി. നമ്മൾ അങ്ങനെയല്ല. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ, ഗവേഷണപരമായ വിഷയങ്ങളിൽ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകളെ പിൻപറ്റുന്നു. 4-ൽ ഒരാൾ അംഗീകരിക്കുന്നു. 4 പേരും ഇൽമു കൊണ്ടും ഗവേഷണ യോഗ്യത കൊണ്ടും ജീവിത ശുദ്ധി കൊണ്ടും മഹത്വം കൊണ്ടും ലോകം മുഴുവനും അംഗീകരിച്ച മഹാന്മാരാണ്. അതിൽ തർക്കമില്ല. 4 പേരും ഒരു ശിഷ്യ ബന്ധമുള്ളവരാണ്. തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവർ പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും മാനദണ്ഡത്തിലല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. ആ മദ്ഹബിന്റെ ഇമാമിങ്ങളെ അംഗീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞത്. ഇവർ പറയുന്നത് ഓരോ മൗലവിമാരെ ഓരോ നാട്ടിൽ അംഗീകരിക്കണം. ഏതാണ് ശരിയായ ദീൻ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്ന ആ ദീനിലേക്ക് നമ്മൾ കൃത്യമായി നിലകൊള്ളണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്ന ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ ഒരുപാട് ആളുകൾ പങ്കുവെച്ചു കൊണ്ടുപോയി. അതിൽ ഒരു വിഭാഗമാണ് ഇവിടെ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം, മറ്റൊരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. അവർ പ്രത്യക്ഷത്തിൽ വേഷം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം ആളുകളെ വശീകരിക്കുന്ന രീതിയാണെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങളും ഓച്ചിറയിലുള്ള അവരുടെ ഹസനി അക്കാദമി അടക്കം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും പരിശോധിച്ചാൽ മുജാഹിദുകളുടെ ഇതേ വാദം തന്നെയാണ് അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് മുസ്ലിമിന്റെ ജീവിതം എന്ന പുസ്തകത്തിലും അതുപോലെ സമാനമായ ഗ്രന്ഥങ്ങളിലും മലയാളത്തിലും ഉറുദുവിലുമൊക്കെ അവർ എഴുതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്തരം തെറ്റായ വിശ്വാസങ്ങളിലൊന്നും പെടാതെ 4-ൽ ഒരു മദ്ഹബിനെ അംഗീകരിച്ച് പഴയകാല സുന്നത്ത് ജമാഅത്തിന്റെ
മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്ന, മഖ്ദൂം തങ്ങൾ പറഞ്ഞു തന്ന, അഇമ്മത്ത് പറഞ്ഞു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോകണം. തബ്ലീഗ് ജമാഅത്തിന്റെ മൗലവിമാരുടെ ക്ലിപ്പടക്കം ഇട്ടുകൊണ്ടുള്ള CD ഇറങ്ങിയിട്ടുണ്ട്. ഫാത്തിമ പബ്ലിക്കേഷനോ മറ്റോ ഇറക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് വാങ്ങി വിശദമായി കേൾക്കാവുന്നതാണ്. ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിന്റെ മൗലവിമാർക്ക് ശരിക്കും മയ്യത്ത് പൊതിയാൻ പോലും അറിയില്ല എന്നതിൽ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. അതിന്റെ മൗലവിമാർ ക്ലാസ് എടുക്കുമ്പോൾ മയ്യത്ത് ഒരാൾ മരിച്ചാൽ എങ്ങനെ ദാടി കിട്ടണമെന്ന് അറിയില്ല, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന വിശ്വാസം ചിന്തിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണവർ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിക്കൂടാ എന്ന് വിശ്വസിക്കുന്നവരാണ്. ഔലിയാക്കളോട് സഹായം തേടിക്കൂടാ എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്തിഖാദെ മജ്ലിസെ മീലാദ് पर दोने ഖിയാം पर റിവായത്ത് സഹീഹ് ദുരുസ്ത് ഹേ അനഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ശരിയായ നിവേദനങ്ങൾ കൊണ്ട് ചൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റഷീദ് അഹമ്മദ് ഗംഗോഹി അദ്ദേഹം പറഞ്ഞതായി ഫതാവ റഷീദിൽ കാണാം. ഹർ ഹേൽ നാ ജായിസ് ഹേ, ഒരു നിലക്കും അത് പറ്റില്ല. അപ്പോൾ മൗലിദ് ആഘോഷത്തെ എതിർക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്തുകാർ, ഇസ്തിഗാഥയെ എതിർക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്തുകാർ, അല്ലാഹുവിന് കളവ് പറയൽ ജായിസാണ് എന്ന് വിശദീകരിക്കുന്നവരാണ് തബ്ലീഗ് ജമാഅത്തുകാർ. അതുപോലെ തന്നെ മുജാഹിദിന്റേതായ വാദങ്ങൾ വേഷം മാറ്റിയിട്ട് പ്രചരിപ്പിക്കുകയും തൗഹീദിന് വിരുദ്ധമായ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നവരുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം അറിയാത്തവരാണ്. അതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങൾ നിങ്ങൾ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയം അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ പറഞ്ഞതൊന്നും താൽക്കാലികമായ ഒരു കാര്യലാഭത്തിനല്ല, കേവലം ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കല്ല. ഇവിടെ ചെലവഴിച്ച സമയം അല്ലാഹുവിങ്കൽ അനുകൂലമായി കിട്ടണം, അവന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത ലിസ്റ്റിൽ ഉൾപ്പെടണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് അന്യൂനമായി നീ സ്വീകരിക്കണം റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കർമ്മത്തിൽ അബദ്ധം വരുന്നത് പോലെയല്ല വിശ്വാസത്തിൽ അബദ്ധം വരുന്നത്. ഒരു തെറ്റൊരാളിൽ നിന്ന് വന്നുപോയി, അതുപോലെയല്ല വിശ്വാസത്തിൽ വരുന്ന അബദ്ധം. അതാ ഒരാൾ നിസ്കരിച്ചില്ല, അത് കടുത്ത തെറ്റാണ്, അയാൾ തൗബ ചെയ്യേണ്ടതാണ്, ഖളാ വീട്ടേണ്ടതാണ്. പക്ഷേ നിസ്കാരമില്ലെന്നൊരാൾ പറഞ്ഞാലോ നിഷേധിച്ചാലോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരാൾ പള്ളിയെ നിസാരപ്പെടുത്തിയാലോ, പള്ളിയിൽ ഒരാൾ കയറിയില്ല, അയാൾ അഥവാ നിസ്കരിക്കാനും മറ്റുമൊന്നും പള്ളിയെ അയാൾ പരിഗണിച്ചില്ല, എന്നാൽ അയാൾ കുറ്റക്കാരനാണ്. പക്ഷേ ഇതെന്തു പള്ളിയെന്ന് റബ്ബിന്റെ ഒരു ശിആറിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞാൽ അയാളുടെ വിഷയം വിശ്വാസം അബദ്ധത്തിലാണ്, അയാളുടെ ഈമാൻ അപകടത്തിലാണ്. ഇതുപോലെ റബ്ബിന്റെ ഒരു ശിആറിനെയും നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. തെറ്റുകൾ വന്നുപോയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യണം. ഒരു തെറ്റ് വന്നു പോകും പോലെ എല്ലാ ദീനിന്റെ ഒരു ചിഹ്നത്തെ നിഷേധിക്കൽ, ഒരു ശിആറിനെ ആക്ഷേപിക്കൽ. കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ആരാണ്? 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ്. നിരവധി ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദിസ്ഥമാക്കിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാമുസ് സുന്നയാണ്, ഇമാമു അഹ്ലുസ് സുന്നയാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ അവിടുത്തെ അയൽവാസിയായ ഒരാൾ കുറെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. മഹാനവറുകൾ അതുകൊണ്ട് തന്നെ സലാം മടക്കാറില്ല. അത് ഇസ്ലാമിന്റെ രീതിയാണ്. ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെതായ അച്ചടക്ക സമീപനമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ നിരക്കാത്ത ജോലി ചെയ്താൽ അയാൾക്ക് വാണിംഗ് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യാറുണ്ട്, ഡിസ്മിസ് ചെയ്യാറുണ്ട്. അത് അവരുടെ പദവിയുടെ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് അങ്ങനെയാണ്. ഇതുപോലെയാണ് അള്ളാഹു നിർബന്ധമാക്കി 5 നേരത്തെ നിസ്കാരം അയാൾ നിർവഹിച്ചില്ല, എന്നാൽ ഈ സമുദായം അയാളോട് ചെറിയ അച്ചടക്ക സമീപനങ്ങൾ പാലിക്കണം. ഒരാൾ താരിഖു സ്വലാത്തായി ജീവിച്ചാൽ, കള്ളുകുടിയനായി ജീവിച്ചാൽ, ദീനിന്റെ നിയമത്തെ പരിഗണിക്കാത്തവനാണ്, അയാളോട് മറ്റു മുസ്ലിമീങ്ങൾ ചില സമീപനങ്ങളിൽ മാറ്റം വരുത്തണം. അതൊരു അച്ചടക്ക സമീപനമാണ്. സലാം പറയുന്നില്ല, സലാം അടക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ദീനിന് അതിൻ്റെതായ നിയമമുണ്ട്, ദീനിന് അതിൻ്റെതായ അച്ചടക്ക സമീപനമുണ്ട്. എല്ലാ ഓഫീസുകളിലും ഉണ്ട്, എല്ലാ കാര്യാലയങ്ങളിലുണ്ട്. റബ്ബിന്റെ ദീനിനില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത്. എന്തേ ഒരു മുബത്തദീനോട് സലാം പറഞ്ഞുകൂടാന്ന് പറഞ്ഞത്? അയാൾ അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത ഒരു വിശ്വാസം കടത്തിക്കൂട്ടിയ ആളാണ്. അയാളോടുള്ള അച്ചടക്ക സമീപനമാണ് സലാം പറഞ്ഞുകൂടാ, മടക്കിക്കൂടാ.
ഒരു കള്ളുകുടിയനോട് അതാ സലാം പറഞ്ഞുകൂടാ, മടക്കിക്കൂടാ. എന്തേ? റബ്ബിന്റെ വിലക്ക് പാലിക്കാത്തവനാണ്. അതിനുള്ള അച്ചടക്ക സമീപനമാണ്. അതാണ് അമ്മൽ മുബ്തദിഉ വൽ ഫാസിഖു വലാ യുസല്ലിമു അലൈഹിം വലാ യുറദ്ദു ലഹും. മുബ്തദിഉം ഫാസിഖും അഥവാ തെറ്റായ വിശ്വാസം കടത്തി കൂട്ടിയവനും തെമ്മാടിയും അവർക്ക് സലാം പറഞ്ഞുകൂടാ, മടക്കിക്കൂടാ എന്ന് നവവി ഇമാം തങ്ങൾ എഴുതി വെച്ചത് അത് ദീനിന്റെ അച്ചടക്ക സമീപനമാണ്. ചില ആളുകൾ അറിയാതെ പറയും മുസ്ലിങ്ങൾക്ക് സലാം പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ആളുകളാണിവർ എന്ന് ചാടിക്കേറി അങ്ങ് പറഞ്ഞു കളയും. മോനെ, അങ്ങനെയല്ല. വിഷയം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇയാൾക്ക് സലാം മടക്കാറില്ല. എന്താ കാരണം? ഇയാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അയാളോട് നല്ല ആലിമായ ഒരു മനുഷ്യൻ, നല്ലതുപോലെ ജീവിക്കുന്ന ആളോടും തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളോടും ഒരു മുസ്ലിയാര് ഒരുപോലെ സമീപിച്ചാൽ ഈ തെറ്റുകാരനോട് ഒരു വെറുപ്പില്ലാത്ത ആളാണ്, തെറ്റിനോട് യോജിപ്പുള്ള ആളാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ആലിമീങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോ അങ്ങേയറ്റത്തെ നേതാവല്ലേ, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരല്ലേ, അയാൾക്ക് സലാം മടക്കുന്നില്ല. ഒരു ദിവസം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ദർസ് നടത്തുമ്പോൾ അതാ ഈ പാപിയായ മനുഷ്യനോടി വന്ന് സലാം പറയുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സലാം മടക്കിയില്ല. ചോദിച്ചു, യാ അബാ അബ്ദില്ലാ, ഓ അബൂ അബ്ദില്ലാ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ നിങ്ങൾ എന്തേ എന്റെ സലാം മടക്കാത്തത്? ഫൈന്നീ ഖദ് ഇൻതഖൽതു അമ്മാ കുന്തു, ഞാൻ ഉണ്ടായിരുന്ന എന്റെ തെറ്റായ ജീവിതത്തിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോയി. ബിറുഇയാ റഅയ്തുഹാ, ഒരു സ്വപ്നം കണ്ട ശേഷം ഞാൻ പിന്നെ തെറ്റു ചെയ്തിട്ടില്ല. ഒരു സ്വപ്നം കണ്ട ശേഷം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മഹാനവറുകൾ ചോദിച്ചു, എന്താ മോനെ നീ കണ്ടത്? പറയുകയാണ്, റഅയ്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൻ നൗമി, ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോ റസൂലുള്ളാഹിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കന്നഹു അലാ ഉൽബിൻ മിനൽ അർദി വനാസുൻ കസീറുൻ അസ്ഫല ജുലൂസ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. താഴെ അതാ ഒരുപാട് ജനങ്ങൾ കൂടിയിട്ടുണ്ട്. ഫയഖൂമു റജുലുൻ മിൻഹും ഇലൈഹി, ഓരോരുത്തരായി എഴുന്നേറ്റ് പോകുന്നുണ്ട് നബി തങ്ങളുടെ അടുക്കലേക്ക്. യഖൂലു യദ്ഉ ലി, നബി തങ്ങളെ അവിടുന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പോകുന്നുണ്ട്. ഫയദ്ഉ ലഹു, നബി തങ്ങൾ അവർക്ക് ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹത്താ ലം യബ്ഖ മിനൽ ഖൗമി ഗൈരി, ഞാനല്ലാത്ത എല്ലാവരും എഴുന്നേറ്റ് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആരക്കാൻ പറഞ്ഞു. ഫഅറദ്തു അൻ അഖൂമ, ഞാനും വിചാരിച്ചു ഒന്ന് എഴുന്നേറ്റ് പോയി ദുആരക്കാൻ പറഞ്ഞാലോ. ഫസ്തഹയൈതു മിൻ ഖബീഹി മാ കുന്തു അലൈഹി, എനിക്ക് നാണം തോന്നി. ഞാൻ തെറ്റുകാരനാണ്, തെമ്മാടിയാണ്, ഞാൻ എങ്ങനെ ഹബീബിന്റെ അടുക്കൽ ചെല്ലാനാണ്? ഖാല ലീ, അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, ലിമ ലാ തഖൂമു ഇലയ്യ, എന്തേ മോനെ എന്റെ അടുക്കലേക്ക് എഴുന്നേറ്റ് വന്നിട്ട് ദുആരക്കാൻ പറയാത്തത്? ഖുൽതു യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, യഖ്തഉനിൽ ഹയാഉ ലിഖബീഹി മാ അന അലൈഹി, ഞാൻ ചെയ്തു പോയ തെറ്റ് ആലോചിച്ചിട്ട് എനിക്ക് വരാൻ നാണമാകുന്നു നബിയേ, എനിക്ക് നാണമാകുന്നു നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ തെറ്റു ചെയ്തതിൽ നാണം ബോധമുള്ള മോനെ നീ നല്ലവനാണ്. അങ്ങനെയാണ് നിനക്ക് ബോധമുള്ളതെങ്കിൽ ഫസല്ലി, വരൂ മോനെ, അങ്ങനെ നിസാരമാണ്, ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ട് വന്നുകൂടാ എന്ന നല്ല മനസ്സുള്ളവനാണ്. എന്നാൽ വന്നോ, فإنك لا تسب أحدا من أصحابي, അവിടെയാണ് എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്. തെറ്റ് ചെയ്തു പോയതിൽ നിനക്ക് ദുഃഖമുണ്ട്, തൗബയുടെ മനസ്സുണ്ട്. അതുകൊണ്ട് ഞാൻ പരിഗണിക്കാം. മാത്രമല്ല, ലാ തസുബ്ബു അസ്ഹാബി, നീ എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്നയാളല്ല. ജുമഅയ്ക്ക് 2 വാങ്ക് നടപ്പിലാക്കിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ നടപടി ശരിയല്ലെന്ന് പറയുന്ന ആളല്ല. വഫാത്തായ നബി തങ്ങളോട്
എന്നെ ജനാസ അടുത്ത് കിടത്തട്ടെ എന്ന് സമ്മതം ചോദിച്ചിട്ടേ കിടത്താവൂ എന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ നടപടി തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആളല്ല. തറാവീഹ് 20 റക്അത്ത് വ്യവസ്ഥാപിതമായ ജമാഅത്തായി നിലനിർത്തി ആദ്യത്തെ കരിഞ്ചന്ത കാണിച്ചതാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആളല്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. അഹ്ലു ബൈത്തിന് ബഹുമാനമുണ്ട്, അഹ്ലു ബൈത്തിന് ബഹുമാനമില്ലെന്ന് പറയുന്ന ആളല്ല. സ്വഹാബത്തിനെ ചീത്ത പറയുന്നയാളല്ല. അതുകൊണ്ട് വന്നോ, എന്റെ അടുക്കലേക്ക് വന്നോ, ചെയ്തുപോയ തെറ്റിൽ ദുഃഖമുള്ള മോനെ അടുത്തേക്ക് വന്നോ. ആരുടെ അടുക്കലേക്കാണ്? എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് ഫദഅലി, എനിക്ക് ദുആ ചെയ്തു തന്നു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ. ഫന്തബഹതു, ഞാൻ അപ്പോഴങ്ങ് ഞെട്ടി ഉണർന്നു. വഖദ് ബഗദല്ലാഹു ഇലയ്യ മാ കുന്തു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത പാടെ ഞാനതുവരെ ചെയ്തിരുന്ന തെറ്റുകളോട് മുഴുവനും എനിക്ക് ദേഷ്യം വന്നുപോയി, ദേഷ്യം വന്നുപോയി. അതാണ് ബിദ്അത്തുകാരന്റെയും ഫാസിഖിന്റെയും വ്യത്യാസം. തെറ്റു ചെയ്യുന്നവൻ ദീനിനെ വെല്ലുവിളിക്കുന്നവനല്ല, ദീനിനെ പരിഗണിക്കാത്തവരാണ്. അതേ സമയത്ത് സ്വഹാബത്തിനെ കുറ്റം പറയുന്നവൻ, ബിദ്അത്തുകാരൻ ദീനിനെ വെല്ലുവിളിക്കുന്നവനാണ്. فقال لنا ابو عبد الله احمد بن حنبل തങ്ങൾ പറഞ്ഞു, യാ ജഅഫർ യാ ഫുലാൻ حدثوا بهذا واحفظوا فانه ينفع. ഓ ജഅഫറേ, ഈ പറയുന്ന ആളെ നന്നായി കേട്ടോ, അത് റിപ്പോർട്ട് ചെയ്തു, അത് ഉപകാരപ്പെടും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക്. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്കുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. മദീനയിൽ ഒരുപാട് തവണ എത്താനും അവിടെ ചെന്നൊന്ന് സലാം പറയുമ്പോൾ മടങ്ങി കേൾക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ഇറക്കണം. ഈ മജ്ലിസിൽ നിന്ന് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കി തരണം റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ഖ് വെച്ച് നന്നായി സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് മദീനത്തേക്ക് എത്തണം. അത് വസീലയായി നമുക്കൊന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ.